Hi all, so welcome to Extend Learning. അപ്പോൾ നമ്മൾ 3D geometry എന്നുള്ള ചാപ്റ്ററിലെ J means 2025 to 2025 ജാനുവരിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ അറൗണ്ട് 19 ക്വസ്റ്റ്യൻസ് 3D geometryയിൽ നിന്ന് മാത്രം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം 3D geometryയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെക്ടർ ആൾജിബ്രയായിട്ട് നല്ല ലിങ്കേജ് ഉണ്ട്. സോ പിന്നെ പറയാനുള്ളത് വെക്ടർ ആൾജിബ്രയും പിന്നെ 3D geometryയും മാത്രം നിങ്ങൾക്ക് പഠിച്ചു പോയി ആൻസർ ചെയ്യാവുന്നതാണ്. കാരണം ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് നിൽക്കുന്നതായിരിക്കും. വേറെ ചാപ്റ്റേഴ്സിൻ്റെ ലിങ്കിങ് വരാൻ ചാൻസ് വളരെ കുറവാണ്. കണക്റ്റിംഗ് ടോപ്പിക്സ് ആയിട്ട് വേറെ ചാപ്റ്റേഴ്സ് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കാവും. എന്ന് നോക്കി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ലെറ്റ് L1 L2 be two lines. Then which of the following points lie between the line of the shortest distance between L1? എന്ന് വെച്ചാൽ L1 എന്നുള്ള ഒരു ലൈൻ ഉണ്ട്, L2 എന്നുള്ള വേറൊരു ലൈൻ ഉണ്ട്. ഇവർ തമ്മിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതാണെന്ന് വിചാരിക്കുക. ഈ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് ഇതിൽ ഏതാണ്, ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഓക്കെ, സോ ഇതാണ് L1, ഇതാണ് L2. ഓക്കെ, നമ്മൾ കാര്യം ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് A+λB എന്നും ഇതിനെ A+λB എന്നൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വരാൻ പോകുന്നത്, ഈ L1 എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വരാൻ പോകുന്നത് 2, 3, 4 ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വരാൻ പോകുന്നത് 3, 4, 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ഡയറക്ഷൻ റേഷ്യോസിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ IJK 2, 3, 4, 3, 4, 5. സോ ഇതിൻ്റെ ക്രോസ് എടുത്താൽ എന്ന് വെച്ചാൽ 2i + 3j + 4k ക്രോസ് 3i + 4j + 5k. ഇതാണ് നമ്മൾ ക്രോസ് എടുക്കുന്നത്. സോ ക്രോസ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, i × 15 - 16 നമുക്ക് -i. അപ്പോൾ j × 10 - 12 അപ്പോൾ -12 കിട്ടും. സോ അത് +12 ആയി മാറും, +2 ആയി മാറും. സോ k × 8 - 9 - k. ഇതിന് നമുക്ക് പ്ലസ് ഓർ മൈനസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ i - 2j + k എടുക്കാം. മൊത്തം ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പോകും. സോ ബേസിക്കലി ഈ വെക്റ്റർ വരാൻ പോകുന്നത് i - 2j + k. ഡയറക്ഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതേ സംഭവം എനിക്ക് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ ഒരു റാൻഡം പോയിന്റ് വരാൻ പോകുന്നത് L1 എന്നുള്ളതിൽ ഒരു റാൻഡം പോയിന്റ് വരാൻ പോകുന്നത് എന്തായിരിക്കും, ഞാൻ ഇവിടെ ഒരു ലാംഡ എന്നങ്ങോട്ട് കൊടുത്താൽ x - 1/2 = ലാംഡ ആണെങ്കിൽ x = എന്തായിരിക്കും 1 + 2 ലാംഡ. സോ 1 + 2 ലാംഡ. അടുത്തത് y - 2 = ലാംഡ ആണെങ്കിൽ y = 2 + 3 ലാംഡ ആയിരിക്കും. അതുപോലെ z-ൻ്റെ കേസ് 3 + 4 ലാംഡ ആയിരിക്കും. ഇതാണ് L1-ലെ ഒരു പോയിന്റ്. അതുപോലെ L2-ലുള്ള പോയിന്റ് എന്തായിരിക്കും, ഇതുപോലെ ഈക്വൽ ടു ഒരു k അങ്ങ് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, 2 + 3k, 4 + 4k, 5 + 5k. ഇതാണ് L2-ലെ ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ L1-ഉം L2-ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ അത് ഈ കിട്ടുന്ന ഡയറക്ഷൻ റേഷ്യോസ്ക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കെയും ലാംഡയും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് കെയും ലാംഡയും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇവരുടെ ഡിഫറൻസ് എടുക്കാം. സോ ഫസ്റ്റ് പോയിന്റ് ഡിഫറൻസ് വരാൻ പോകുന്നത് 2 + 3k - 1 + 2 ലാംഡ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3k - 2 ലാംഡ + 1. ഓക്കെ, അടുത്ത പോയിന്റ് വരാൻ പോകുന്നത് 4 + 4k - 2 + 3 ലാംഡ ചെയ്താൽ നമുക്ക് 4k - 3 ലാംഡ + 2. അടുത്ത വരാൻ പോകുന്നത് 5 + 5k - 3 + 4 ലാംഡ ചെയ്താൽ 5k - 4 ലാംഡ + 2. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് വരാം. ഈ ഡയറക്ഷൻ റേഷ്യോവും ഈ രണ്ട് പോയിന്റ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്ന ഈ ഡയറക്ഷൻ റേഷ്യോസും നമ്മൾ അങ്ങ് ഈക്വേറ്റ് ചെയ്യാം. സോ ബേസിക്കലി ഇത് രണ്ടും സെയിം ആണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇത് സെയിം ആവണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം, ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ 1. ഓക്കെ, 1 - 2 1. എന്താ ഈ 1 - 2 എന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമ്മൾ IJK എന്നുള്ളത് എഴുതിയത്. സോ ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ ഈക്വൽ ടു ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ ഈക്വൽ ടു ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഇതിനെയും രണ്ടിനെയും കൂടി അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. അത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ
സോ എന്താ വരിക 3k minus 2 lambda plus 1 equal to 5k minus 4 lambda plus 2. സോ എന്താ വരാൻ പോകുന്നത്, ഇവിടെ 2k എന്ന് വരും, ഇവിടെ 2 ലാംഡ എന്ന് വരും, ഇവിടെ 1 എന്ന് വരും. സോ 2 ലാംഡ ഈക്വൽ ടു 2k plus 1. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അടുത്ത ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. ഈ രണ്ടെണ്ണം നമുക്ക് കമ്പയർ ചെയ്യാം. സോ 4k minus 3 ലാംഡ plus 2 ഈക്വൽ എന്താ വരാൻ പോകുന്നത്, -2 ടൈംസ് ഇതായിരിക്കും. അപ്പോൾ എന്താ വരിക, ബേസിക്കലി ഞാൻ ഇതേ ഡിവൈഡ് ബൈ ഇതേ ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇതെന്ന് ഇക്വേറ്റ് ചെയ്തതാണ്. സോ 1 ഇൻറ്റു ദിസ് വാല്യൂ ഈക്വൽ ടു -2 ഇൻറ്റു ദിസ് വാല്യൂ. -2 ഇൻറ്റു ആ വാല്യൂ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം, -6k plus 4 ലാംഡ, -6k plus 4 ലാംഡ -2. ഇത് ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടാം, ഇവിടെ 10k എന്ന് വരും. സോ 10k plus 4 is equal to 7 ലാംഡ എന്ന് വരും. ഓക്കെ, ഞാൻ ഈ മേലത്തെ ഇക്വേഷൻ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഞാൻ ഫസ്റ്റ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 ലാംഡ ഈസ് ഈക്വൽ ടു 10k plus 5. നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു, 7 ലാംഡ ഈസ് ഈക്വൽ ടു 10k plus 4. നേരെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3 ലാംഡ ഈക്വൽ ടു 1 എന്ന് കിട്ടും, ലാംഡ ഈക്വൽ ടു 1/3. ലാംഡ ഈക്വൽ ടു 1/3 കിട്ടി. ഇനി നമുക്ക് അടുത്ത k എന്താണെന്ന് കണ്ടുപിടിക്കാം. ലാംഡ ഈക്വൽ ടു 1/3 കിട്ടിയെങ്കിൽ 2 ലാംഡ ഈക്വൽ ടു, അത് നമുക്ക് കണ്ടുപിടിക്കാം, 2/3 ഈസ് ഈക്വൽ ടു 2k plus 1. സോ ഇംപ്ലൈസ് 2k ഈസ് ഈക്വൽ ടു 2/3 minus 1 ചെയ്താൽ -1/3 കിട്ടും. k ഈസ് ഈക്വൽ ടു -1/6. സോ ലാംഡ ഈക്വൽ 1/3 കിട്ടി, k ഈക്വൽ ടു -1/6 കിട്ടി. ഈ വാല്യൂസ് നമുക്ക് ഇതിൽ കൊടുത്തു നോക്കിയാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. യെസ്, ലാംഡ ഈക്വൽ ടു 1/3, k ഈക്വൽ ടു -1/6. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ലൈന് വരച്ചു. ഈ ലൈൻ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈന് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ലാംഡൻ്റെ വാല്യൂസ് കിട്ടി. അത് വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കോർഡിനേറ്റ്സ് എന്താണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം. ഈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, ഈ പോയിന്റ് ആയിരിക്കും. ഇവിടെ k ഈക്വൽ -1/6 കൊടുത്താൽ ഈ പോയിന്റും കിട്ടും. സോ 1/3 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 5/3 എന്ന് കിട്ടും. 5/3. അടുത്ത പോയിന്റ് എന്തായിരിക്കും, ഇവിടെ ലാംഡക്ക് 1/3 കൊടുത്താൽ നമുക്ക് 3 എന്ന് കിട്ടും. അടുത്ത പോയിന്റ് എന്തായിരിക്കും, ഇവിടെ 1/3 കൊടുത്താൽ ഇവിടെ 13/3 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ 1/6 കൊടുത്താൽ എന്താ കിട്ടുക, 2 - 1/2 ചെയ്താൽ 3/2 കിട്ടും. അടുത്ത പോയിന്റ് എന്താ വരിക, 4 - 2/3. 4 - 2/3 എത്രയാണ്, 10/3 ആണ്. ഓക്കെ, സോ 10/3. അടുത്ത പോയിന്റ് യെസ് 5 + 25/6 എന്ന്. സോ ഇതാണ് നമ്മുടെ പോയിന്റ് വരാൻ പോകുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ കാണുന്ന ഏത് പോയിന്റാണ് ഈ ലൈനിൽ കിടക്കുന്നത്. അതിന് വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, x - 5/3 ഡിവൈഡ് ബൈ സംതിങ് ഈക്വൽ ടു y - 3 ഡിവൈഡ് ബൈ സംതിങ് ഈക്വൽ ടു z - 13/3 ഡിവൈഡ് ബൈ സംതിങ്. ഈ സംതിങ്ങുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് 5/3 - 3/2 കണ്ടുപിടിക്കാം, 3 - 10/3 കണ്ടുപിടിക്കാം, 13/3 - 25/6 കണ്ടുപിടിക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരൊക്കെ എന്താണ്, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ ആണ്. സോ ഫസ്റ്റ് നമുക്ക് 5/3 - 3/2 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, 10 - 9 1/6 എന്ന് കിട്ടും. 3 - 10/3 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, -1/3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 1/6 എന്ന് കിട്ടും. ഇനി നമുക്ക് താഴെ മൊത്തത്തിൽ ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, താഴെ മൊത്തം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x - 5/3/1 is equal to y - 3/-2 is equal to z - 13/3/1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന ഓപ്ഷൻസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താ പറയുന്നത്, 14/3 - 3 22/3. 14/3 - 3 22/3. ഓക്കെ, സോ നമുക്ക് 14/3 എന്തൊക്കെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് എന്താ കിട്ടുക, 14 - 5 9 കിട്ടും, 9/3 = 3 ആണ്.
ഇവിടെ 3 കൊടുത്താൽ -3 -3 -6 ബൈ -2 3 ആണ്. ഇവിടെ 22 മൈനസ് ഇത് കൊടുത്താൽ 9 കിട്ടും. 9/3 3 ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ റൈറ്റ് ആൻസർ കിട്ടി, വിച്ച് മീൻസ് ഈ ഓപ്ഷനാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, ഇത് നല്ല ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത്യാവശ്യം ലെങ്തി ആണ്. എന്താ കാരണം എന്ന് അറിയില്ല, 22 ജനുവരി ഷിഫ്റ്റിന് ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. സോ ബാക്കി 2ഉം 3ഉം ഓപ്ഷൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, കാരണം നമുക്ക് റൈറ്റ് ആൻസർ കിട്ടി. നോക്കി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. യെസ്. സോ L1 L2 B 2 ലൈൻസ്. ഓക്കെ, ഇവിടെ ഒരു ആൽഫ ഒക്കെ തന്നിട്ടുണ്ട്. ആൽഫയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെസ്, ആൽഫ കണ്ടുപിടിക്കണം. സോ വിച്ച് ഇൻ്റർസെക്ട്സ് അറ്റ് പോയിന്റ് ബി. ഇവർ രണ്ടുപേരും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ബി ആണ്. ഇഫ് പി ഇസ് എ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം എ ഓൺ L2. സോ ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, പി കണ്ടുപിടിക്കണം, ബിയും കണ്ടുപിടിക്കണം, പിയും കണ്ടുപിടിക്കണം, ആൽഫയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവർ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ബി ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് സാധാ പരിപാടി ചെയ്യാം. ഇതിന് ഒരു ലാംഡ എന്ന് കൊടുക്കാം, ഇതിനൊരു കെ എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഇതിലുള്ള പോയിന്റ്സ് എന്തായിരിക്കും? 1 + 3 ലാംഡ, 1 - ലാംഡ, അടുത്തത് -1. ഇതിലെ പോയിന്റ്സ് എന്തായിരിക്കും? 2 + 2k, ഇവിടെ അത് 0 ആയിരിക്കും. ഇവിടെ അത് -4 + ആൽഫ കെ ആയിരിക്കും. ഓക്കെ, ഈ രണ്ടിനും കമ്പയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ ആൻസർ കിട്ടും. ലാംഡ = 1 ആണ്. ലാംഡ = 1 ആണെന്നും കിട്ടും. ആ ലാംഡ = 1 ഇവിടെ കൊടുത്താൽ ഇത് 4 ആയി മാറും. 4 = 2 + 2k ആണെങ്കിൽ കെൻ്റെ വാല്യൂ 1 ആണ്. സോ കെൻ്റെ വാല്യൂ 1 ആണെന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വാല്യൂസും കൂടി ഇവിടെ നോക്കിയാൽ ഇവിടെ ആൽഫ -4, കെൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഇത് ആൽഫ -4 ആവും. ആൽഫ -4 = -1 കൊടുത്താൽ ആൽഫൻ്റെ വാല്യൂ എന്താകും? 3 എന്ന് കിട്ടും. സോ ആൽഫൻ്റെ വാല്യൂ 3 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? P is the point in the foot of perpendicular from point A on L2. സോ L2 എന്നുള്ള ലൈൻ ഉണ്ട്, ഞാൻ ഇവിടെ വരക്കാം. L2 എന്നുള്ള ലൈൻ ഉണ്ട്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള L2. ഈ L2 എന്നുള്ള ലൈനിലേക്ക് A എന്നുള്ള പോയിന്റിൽ നിന്നും ഒരു ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അതാണ് P എന്നുള്ള പോയിന്റ്. ഇതാണ് P. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ആ P എന്നുള്ള പോയിന്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബി എന്നുള്ള പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഓക്കെ, ഇൻ്റർസെക്റ്റഡ് പോയിന്റ് ബി. ഓക്കെ, ബി എന്നുള്ള പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ ആൽഫക്ക് നമുക്ക് 1 കിട്ടിയില്ലേ, ആ 1 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 4, 0, ഇതാണ് നമ്മുടെ ബി എന്നുള്ള പോയിന്റ്. ഓക്കെ, ബി എന്നുള്ള പോയിന്റ് ഇതാണ്. സോ എ എന്നുള്ള പോയിന്റിലേക്ക് ഇങ്ങോട്ട് ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ വരക്കണം. L2ലുള്ള ഒരു പോയിന്റ് വരാൻ പോകുന്നത് നമുക്കറിയാം ഈ ഒരു ഫോർമാറ്റിലാണ്. അതിൽ ആൽഫക്ക് 3 കൂടി കൊടുത്താൽ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. ഓക്കെ, ആ ചേഞ്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ പി എന്നുള്ള ഒരു പോയിന്റിൻ്റെ ജനറൽ പോയിന്റ് എന്ന് വെച്ചാൽ ഈ പോയിന്റ്. ഇതിന് നമുക്ക് എയിലുള്ള എൻ്റെ വാല്യൂ എന്താ? 1, 1, -1. ഇതിലേക്ക് മൈനസ് ചെയ്യാൻ പോവാം. ഇതിനെ മൈനസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടാനാണ്. എന്തിനാണ് ഡയറക്ഷൻ റേഷ്യോസ് കിട്ടുന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നതായിരിക്കും. സോ 2 + 2k -1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2k + 1 കിട്ടും. അടുത്തത് 0 - 1 ചെയ്താൽ നമുക്ക് -1 കിട്ടും. -4 + 3k -1 ചെയ്താൽ നമുക്ക് -3 + 3k എന്ന് കിട്ടും. ഇതാണ് എ പി എന്നുള്ള പോയിന്റിന്റെ ഡയറക്ഷൻ റേഷ്യോ. എ പി എന്നുള്ള പോയിന്റിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ L2ന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഇവിടെ അറിയാം, 2, 0 ആൽഫയാണ്. 2, 0 ആൽഫ. ആൽഫ എന്ന് വെച്ചാൽ 3 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് അറിയാം. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് 0 ആയിരിക്കും കിട്ടും. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് 4k + 2 എന്ന് കിട്ടും. ഇവിടെ 0 × 1. ഓക്കെ, -9 + 9k = 0 ആയിരിക്കും. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 13k -7 = 0. k = 7/13. കെൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, യെസ്.
സോ കെൻ്റെ വാല്യൂ കിട്ടിയെന്ന് ഉദ്ദേശിച്ചത് ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എ പിൻ്റെ വാല്യൂ ഇട്ട് ഓക്കെ ഈ ഇതിൽ കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പി എന്നുള്ള പോയിന്റ് കിട്ടും. നമുക്ക് കിട്ടിയതൊന്ന് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. 2k + 1 - 1 യെസ് 0 - 1 -1 ആണ്. -3k -1 ചെയ്താൽ -k + 1 യാ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വാല്യൂ കിട്ടും. 4k + 2 കിട്ടും. ഓക്കെ 13k - 7 = 0. k = 7/13. അത് ഏതിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? 2 + 2k 0 -4 + 3k. ഇതിലേക്ക് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം? 1326 + 14 ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും. സോ ഇത് 40/13 0 ഇവിടെ എന്ത് കിട്ടും? 21 ഇവിടെ 13 × 4 ചെയ്താൽ നമുക്ക് 52 കിട്ടും. 31 -31/30. ഓക്കെ ഇതാണ് ഏത് പോയിന്റ്? പി എന്നുള്ള പോയിന്റ്. പി എന്നുള്ള പോയിന്റ് കിട്ടി. ബി എന്നുള്ള പോയിന്റ് നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരിക്കും? 4,0,1 -1. ഇനി നമുക്ക് പി ബി കണ്ടുപിടിക്കണം. ഓക്കെ പി ബിൻ്റെ സ്ക്വയറിന് 6 കൊണ്ട് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ ആൻസർ. സോ പി ബി എന്നുള്ള ലെങ്ത് എടുത്താൽ നമുക്ക് എന്താ കിട്ടാം? റൂട്ട് ഓഫ് 26 40/13 - 4 ചെയ്താൽ നമുക്ക് 12/13 അതിൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 31 - 13 ചെയ്താൽ 18/13 കിട്ടും ഹോൾ സ്ക്വയർ. ഓക്കെ സോ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? 26 ആൽഫ പി ബി സ്ക്വയർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 26 × ആൽഫ 3 ആണ് നമുക്കറിയാം. പി ബി സ്ക്വയർ എന്താ വരിക? 13² ഉണ്ടായിരിക്കും. 12² + 18². നമുക്ക് രണ്ടിൽ നിന്നും 6 അങ്ങ് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6² × 12² നിന്ന് 6² പോയാൽ അവിടെ 2² ഉണ്ടാവുക, അവിടെ 4 ആയിരിക്കും. ഇവിടെ 3² ഉണ്ടാവുക, അത് 9 ആയിരിക്കും. സോ ഇവിടെ 13ഉം പിന്നെ ഇതും കൂടി കട്ടായിപ്പോയി, ഇവിടെ 2 വന്നു. പിന്നെ ഈ 4 + 9ഉം ഈ 13ഉം കൂടി അങ്ങ് കട്ടായിപ്പോയി. സോ ഇവിടെ 2 × 3 6 ആണ്. 6 × 6² 6³ ആണ്. ആൻസർ 216 ആണ്. ഓക്കെ സോ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ. സോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ k = 7/13 ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അത്ര കൺവിൻസിങ് അല്ലാത്ത ആൻസർ എന്നൊക്കെ തോന്നും. എനിക്കും അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റീചെക്ക് ചെയ്തത്. ഓക്കെ പക്ഷേ ഇന്ത്യ എൻ്റെ ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് 13 ഒക്കെ കറക്റ്റായിട്ട് കട്ടായി പോയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 13 കിട്ടിയതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ആയി പോകുന്നുള്ള ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഓക്കെ എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. Let a line pass through the distinct points P and Q and be parallel to the vector. Okay. ഒരു ലൈൻ ഉണ്ട്, പിയിലൂടെയും ക്യൂയിലൂടെയും പോകുന്നുണ്ട് ആൻഡ് ഇതിലൂടെ പാരലൽ. സോ ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് Q ഫ്രം ദ പോയിന്റ് R ഈസ് 5 അങ്ങനെയാണെങ്കിൽ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് പി ക്യു ആർ എന്ന് വെച്ചാൽ Q എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് പാരാമെട്രിക് ഫോമിലേക്ക് എഴുതാം. എന്തായിരിക്കും? സോ a + λb എന്നാണ് നമുക്കറിയാം. ലൈൻ്റെ ഇക്വേഷൻ a + λb എന്നാണ്. ഇതാണ് എ, ഇതാണ് ബി. സോ ലാംഡ ഇൻറ്റു ദിസ് വാല്യൂ പ്ലസ് ഇതാണ് ജനറൽ ഇക്വേഷൻ. സോ -2 + 3 λ, -1 + 2 λ, 3 + 2 λ. ഇതാണ് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് വരാൻ പോകുന്നത്. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ഇതാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ക്യൂ ഫ്രം ആർ ഈസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ പോയിന്റിൽ നമ്മളുടെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. എന്തായിരിക്കും? യെസ് ഇത് നമുക്ക് 3 λ - 2 നടാം. അപ്പോൾ 3 λ - 3ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 2 λ - 1 - 3 2 λ - 4ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 3 λ അപ്പോൾ 2 λ സ്ക്വയർ ഈസിക്കൽ ടു 5² ആയിരിക്കും. നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ പോവാണ്. സോ 9
ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ പ്ലസ് 9 പ്ലസ് ഇവിടെ 4 ലാംഡ സ്ക്വയർ 2 4 16 ആയിരിക്കും. 16 ലാംഡ പ്ലസ് 16 പ്ലസ് 4 ലാംഡ സ്ക്വയർ ഈസ് ഇക്വൽ ടു 25. അപ്പോൾ നമുക്ക് 25ഉം 16ഉം 9 ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. 9ഉം കൂടി ആഡ് ചെയ്താൽ 25 ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ 4 ലാംഡ സ്ക്വയറും 4 ലാംഡ സ്ക്വയറും 8 ലാംഡ സ്ക്വയർ ആണ്. 8ഉം 9ഉം കൂടി ആഡ് ചെയ്താൽ 17 ലാംഡ സ്ക്വയർ. ഇവിടെ മൈനസ് 18ഉം മൈനസ് 16ഉം കൂടി ആഡ് ചെയ്താൽ മൈനസ് 34 എന്ന് കിട്ടും. സോ ഈസ് ഇക്വൽ ടു 34 ലാംഡ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡക്ക് 2 വാല്യൂസ് കിട്ടും. ലാംഡ ഈക്വൽ ടു 0 കിട്ടും, ലാംഡ ഈക്വൽ ടു 2. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ലാംഡ ഈക്വൽ ടു 0 കൊടുത്താൽ ഓക്കെ ഈ ക്യൂവും പിയും തമ്മിൽ ലാംഡ ഈക്വൽ 0 കൊടുത്താൽ നമുക്ക് ഒരു വാല്യൂ കിട്ടാൻ പോകുന്നത് പി ആണ്. അതുപോലെ അടുത്ത വാല്യൂ കിട്ടാൻ പോകുന്നത് ആർ ആണ്. എന്ന് വെച്ചാൽ ക്യൂ എന്നുള്ള പോയിന്റ് പി എന്നുള്ള ഡിസ്റ്റൻസ് പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് 5 ആണ്, ആർ ക്യു ആർ എന്നുള്ള ഡിസ്റ്റൻസും 5 ആണ്. ഓക്കെ, അപ്പം ഞാൻ അതൊന്ന് വരക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഇതാണ് ക്യൂ എന്നുള്ള പോയിന്റ്, ഇത് പി, ഇത് ആർ. പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസും 5 ആണ്, ക്യു ആർ എന്നുള്ള ഡിസ്റ്റൻസും 5 ആണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്. യെസ്, ക്യൂ എന്നുള്ള പോയിന്റ്. ഓക്കെ, ക്യൂ എന്നുള്ള പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. സോ ലാംഡ ഈക്വൽ ടു 2 കൊടുക്കാം, അപ്പോൾ നമുക്ക് ക്യൂ എന്നുള്ള പോയിന്റ് കിട്ടും. സോ ക്യൂ എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് ലാംഡക്ക് 2 കൊടുത്താൽ എന്താ കിട്ടുക? 6 മൈനസ് 2 4 എന്ന് കിട്ടും. 4, ഇവിടെ 2 കൊടുത്താൽ 3 എന്ന് കിട്ടും. ലാസ്റ്റ് 2 കൊടുത്താൽ 7 എന്ന് കിട്ടും. സോ 437 ആണ് നമ്മുടെ ക്യൂ എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യു ആർ കണ്ടുപിടിക്കാൻ പോകാം. ക്യു ആർ എന്നുള്ള വെക്റ്റർ കണ്ടുപിടിക്കാൻ പോകും. ക്യു ആർ എന്നുള്ള വെക്റ്റർ എന്താ വരാൻ പോകുന്നത്? അല്ലെങ്കിൽ നമുക്ക് ആർ ക്യൂ എന്നുള്ള വെക്റ്റർ ക്യു ആർ എന്നുള്ള വെക്റ്റർ കണ്ടുപിടിക്കാം. സോ 1 മൈനസ് 4 എന്നുള്ളത് -3i, ഇത് -0 ആയിരിക്കും. ഇനി ഇത് -4a. ഇതാണ് ക്യു ആർ എന്നുള്ള വെക്റ്റർ. അത് കഴിഞ്ഞ് നമ്മൾ പി ക്യൂ എന്നുള്ള വെക്റ്റർ ക്യു പി എന്നുള്ള വെക്റ്റർ കണ്ടുപിടിക്കാം. എന്തിനാണ് ഈ വെക്റ്റർ കണ്ടുപിടിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. ക്യു പി എന്നുള്ള വെക്റ്റർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എസ് പി മൈനസ് ക്യൂ -2 -4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -6i. അടുത്തത് -1 -3 ചെയ്താൽ -4j. അടുത്തത് 3 - 4 ചെയ്താൽ -4k. ഓക്കെ, ഇനി നമുക്കറിയാം ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വരാൻ പോകുന്നത് ഹാഫ് ഓഫ് ക്യു പി ക്രോസ് ക്യു ആർ. ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഫുള്ള് നമുക്ക് മൈനസ് അങ്ങ് ഒഴിവാക്കാം. രണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മൈനസ് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതിന് മൈനസ് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു ijk. ഫസ്റ്റ് ടേമിൽ 304, അടുത്തതിൽ 644. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു i ഇൻറ്റു -16i j ഇൻറ്റു 12 മൈനസ് 24. അപ്പോൾ നമുക്ക് -12 കിട്ടും. -12 ഇത് പ്ലസ് വരുമ്പോൾ +12. അടുത്ത നമുക്ക് k ഇൻറ്റു 12 എന്ന് കിട്ടും. 12k. ഓക്കെ, മൊത്തത്തിലൊരു 4 അങ്ങ് പുറത്തെടുക്കാം. 4 ഇവിടെ പുറത്തെടുത്താൽ നമുക്ക് 2 ആകും. 4/2 2 ആണ്. സോ എന്തായിരിക്കും വരിക? -4i + 3j + 3k. ഇതിൻ്റെ ഇതിൻ്റെ മോഡുലസ് ആണ് നമുക്ക് വേണ്ടത്. സോ 2 ഇൻറ്റു √4² 16 + 9 + അതായത് 2 √18 + 16 ആഡ് ചെയ്താൽ നമുക്ക് 34 എന്ന് കിട്ടും. ഓക്കെ, 34. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? സ്ക്വയർ ഓഫ് ദി ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡെൽറ്റ സ്ക്വയർ ഈസ് ഇക്വൽ ടു 34 × 4 ആയിരിക്കും. ആൻഡ് ആൻസർ ഇട്ടാ 6 1 136 ആയിരിക്കും റൈറ്റ് ആൻസർ. 136 ആണ് നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. യെസ്, സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്
ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഫ്രം ദി പോയിന്റ്. സിമ്പിളാണ്, സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പി എന്നുള്ള പോയിന്റ് ഉണ്ട്, എൽ എന്നുള്ള ഒരു ലൈൻ ഉണ്ട്. ലൈന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ ഒരു പോയിന്റ് പറയാം. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 3D ജോമെട്രിയിൽ 19 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൽ 19 ഒരുപാട് ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഇതാണ് നമ്മുടെ പി എന്നുള്ള പോയിന്റ്, 2, -10, 1. ഇത് ഈ പോയിന്റ് നമുക്ക് അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിന് ഞാനൊരു എ എന്ന് വിളിക്കും. സോ എ എന്നുള്ള പോയിന്റ് എന്തായിരിക്കും? എ എന്നുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഈ പോയിന്റിലെ, ഈ ലൈനിലെ ജനറൽ പോയിന്റ്. എന്താ വരിക? 1 + 2 ലാംഡ -2 - ലാംഡ -3 + 2 ലാംഡ. എങ്ങനെ കിട്ടിയത്? ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ടു എങ്ങനെ ലാംഡ കൊടുത്തു, എക്സും വൈയും സെറ്റും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ പോയിന്റ്. എ എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ എ എന്ന് കാണുന്ന പോയിന്റും ഈ പി എന്നുള്ള പോയിന്റും തമ്മിലുള്ള ഡയറക്ഷൻ റേഷ്യോസ് എടുക്കുക. അപ്പോൾ എ പി എന്ന് കിട്ടും. എ പി എന്തായിരിക്കും വരാൻ പോകുന്നത്? സോ 1 + 2 ലാംഡ -2 ചെയ്താൽ നമുക്ക് 2 ലാംഡ -1 എന്ന് വരും. അടുത്ത പോയിന്റ് വരാൻ പോകുന്നത് എ പിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ഇവിടെ എഴുതുന്നത്. -2 - ലാംഡ -10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 - ലാംഡ എന്ന് കിട്ടും. അടുത്തത് -1 ചെയ്താൽ 2 ലാംഡ -4. ഇതാണ് എ പിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. എല്ലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്കറിയാം. എൽ എന്നുള്ള ലൈൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്കറിയാം. അത് 2, -1, 2 ആണ്. എന്താണത്? ഇതാണ് എല്ലിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. രണ്ടും കൂടി ഡോട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് 0 കിട്ടുമെന്ന് അറിയാം. കാരണം രണ്ടും പെർപെൻഡിക്കുലർ ആണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, രണ്ടിൻ്റെ വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ടും കൂടി ഡോട്ട് ചെയ്താൽ നമുക്ക് 0 കിട്ടും. സോ ഇത് രണ്ടും കൂടി ഡോട്ട് ചെയ്താൽ നമുക്ക് 4 ലാംഡ -2 + ലാംഡ -8 + 4 ലാംഡ -8 = 0. ഓക്കെ, അപ്പോൾ 4 ലാംഡയും പിന്നെ ലാംഡയും കൂടി കൂട്ടിയാൽ 9 ലാംഡ കിട്ടും. ഇവിടെ 8ഉം 8ഉം 16 ആണ്, 2 കിട്ടും. അപ്പോൾ നമുക്ക് ലാംഡ = 2 എന്ന് കിട്ടും. ലാംഡൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെ വാല്യൂ കിട്ടും. അതെന്തായിരിക്കും? 5, -4, 1. ഇതാണ് എ എന്നുള്ള പോയിന്റ്. നമുക്ക് എ പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ √5 - 3 എന്ന് വെച്ചാൽ 3² ആണ്. ഇവിടെ -4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 6² ആണ്. ഇവിടെ 0². സോ എന്തായിരിക്കും? മൊത്തത്തിൽ 3 അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ 1² + 2² എന്ന് വരും. 3√5 ആണ് റൈറ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള 3√5 ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അധികം വർക്കൗട്ട് ചെയ്യാനും ഇല്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. യെസ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ലെറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ബി 5 യൂണിറ്റ്സ് ആൻഡ് ദ പോയിന്റ് പി ലൈസ് ബിറ്റ്വീൻ ദ ലൈൻസ് at a unit distance from. ഓക്കെ, സോ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, സോ ഒരു പോയിന്റ് ഉണ്ട് പി. ഞാനൊന്ന് വലുതായിട്ട് വരക്കാം. ഒരു പി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് 1 ആണ്. ഇത് 1 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4 ആണ്. ഓക്കെ, ഇത് 4 ആണ്. ഇതാണ് ആ പോയിന്റ്. സോ ഇവിടുന്ന് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോവാണ് PQR, സച്ച് ദാറ്റ് ഇതായിരിക്കും PQR വരാൻ പോവുക. ഇതാണ് നമ്മുടെ PQR. അങ്ങനെയാണെങ്കിൽ QR-ൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. QR എന്ന് വെച്ചാൽ ബേസിക്കലി ഈ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും സൈഡിൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് 60 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. ഇതിൻ്റെ ഒരു സൈഡ് A ആയിരിക്കും. അപ്പോൾ ഇതും A ആയിരിക്കും, ഇതും A ആയിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ ഒരു പോയിന്റ് ഞാൻ എക്സ്, ഈ ഒരു ആംഗിൾ ഞാൻ എക്സ് ഇട്ട് വിളിക്കാൻ പോവാം. ഈ ഒരു ആംഗിളിന് ഞാൻ എക്സ് ഇട്ട് Y ഇട്ട് വിളിക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം
എക്സും പിന്നെ വൈയും പിന്നെ ആ 16 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 120 കിട്ടും എന്ന് അറിയാം. മീൻസ് വൈ ഈക്വൽ ടു 120 മൈനസ് എക്സ്. ഇനി നമുക്കറിയാവുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. അവിടെ എ കോസ് എക്സ് ആണ് 1. അതുപോലെ ഇവിടെ നോക്കിയാൽ എ കോസ് വൈ ആണ് 4. ഓക്കെ, സോ നേരെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് വൈ ഈസിക്കൽ ടു 1/4 എന്ന് കിട്ടും. അഥവാ കോസ് വൈ ഈസിക്കൽ ടു 4 കോസ് എക്സ്. എന്താണ് ഈ കോസ് വൈ എന്ന് വെച്ചാൽ കോസ് 120 മൈനസ് എക്സ് ഈസിക്കൽ ടു 4 കോസ് എക്സ്. ഇതാണ് സംഭവം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ്. സോ നമ്മൾ കോസ് എക്സ് എക്സിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൽ എവിടെയെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് എൻ്റെ വാല്യൂ കിട്ടിക്കോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ ആണെന്നൊന്നും തോന്നില്ല. പക്ഷെ എന്നാലും ജോമെട്രിക്കൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ട്രിഗണോമെട്രിയിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അത് കോസ് 120 മൈനസ് എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, കോസ് എ മൈനസ് ബി എന്ന് വെച്ചാൽ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. കോസ് 120 മൈനസ് 1/2 ആണ്. കോസ് എക്സ് പ്ലസ് സൈൻ 120 എന്ന് വെച്ചാൽ √3/2 ആണ് ഇൻറ്റു സൈൻ എക്സ് ഈസിക്കൽ ടു 4 കോസ് എക്സ്. ഓക്കെ, ഓക്കെ, സോ ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് √3/2 സൈൻ എക്സ് ഈസിക്കൽ ടു 4/2 ഇവിടെ 9/2 കോസ് എക്സ് എന്ന് വരും. 2 കട്ടായി പോയി. ടാൻ എക്സ് ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത് 9/√3, അതായത് 3√3 എന്ന് കിട്ടും. ടാൻ എക്സ് ഈക്വൽ ടു 3√3 കിട്ടി. ടാൻ എക്സ് ഈക്വൽ ടു 3√3 കിട്ടിയെന്ന് വെച്ചാൽ ഇത് 3√3 ആണ്, ഇത് 1 ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും 1 പ്ലസ് 27 എന്ന് വരും. ഓക്കെ, √28 എന്ന് വെച്ചാൽ ഇത് എക്സ് ആണ്. കോസ് എക്സിൻ്റെ വാല്യൂ എന്താ 1 ഡിവൈഡഡ് ബൈ √28. കോസ് എക്സിൻ്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ √28 ആണ് കിട്ടി. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എ ഈക്വൽ ടു 1/cos എക്സ് എന്ന് വെച്ചാൽ √20. എൻ്റെ വാല്യൂ √28 ആണ് എന്ന് വെച്ചാൽ എ സ്ക്വയറിൻ്റെ വാല്യൂ 28 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് 5th ക്വസ്റ്റ്യൻ്റെ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. 3D ജോമെട്രിയിൽ ചോദിച്ചതുള്ളതാണ്, പക്ഷേ കൂടുതലും അത് ട്രിഗണോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്നോക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് പി ബി ദ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ക്യൂ ഓൺ ദി ലൈൻ. ഓക്കെ, സോ ക്യൂ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, എൽ എന്നുള്ള ലൈൻ ഉണ്ട്, അതിലേക്കൊരു ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൽ എന്നുള്ള ലൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ പി ക്യു ആർ. പി എന്നുള്ള പോയിന്റ് ഏതായിരുന്നു? ഈ പോയിന്റ് ആണ് പി. ആർ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആർ എവിടെയും ആകാം, നമുക്ക് നോക്കാം. സോ വേർ ആർ ഈസ് എ പോയിന്റ്. ഓക്കെ, ആർ എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി ക്യൂ എന്നുള്ള പോയിന്റ് ഉണ്ട്, എൽ എന്നുള്ള ലൈൻ ഉണ്ട്, നമ്മൾ പി എന്നുള്ള ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യാം? പി എന്നുള്ള പോയിന്റിന്റെ ഒരു ജനറൽ ടേം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു ഒരു ലാംഡ കൊടുത്താൽ മതി. സോ 3 + 7 ലാംഡ. ഞാൻ ഇവിടെ എഴുതാം, കുറച്ചും കൂടി ബെറ്റർ. പി എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് 3 + 7 ലാംഡ 2 - ലാംഡ -1 - 2 ലാംഡ. ഓക്കെ, ഇതാണ് പി എന്നുള്ള പോയിന്റ്. ഇനി ക്യൂ എന്നുള്ള പോയിന്റ് എന്താ നമുക്ക് ഓൾറെഡി അറിയാം, അത് 10, -3, -1 ആണ്. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. ഈ രണ്ടും കോർഡിനേറ്റ്സ് ആണ്. ഈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് പി ക്യൂ എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. സോ പി ക്യൂ എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ വരാം? 7 ലാംഡ + 3 -10 ചെയ്താൽ നമുക്ക് 7 ലാംഡ -7 കിട്ടും. 2 - ലാംഡ -3 ചെയ്താൽ നമുക്കൊരു 5 - ലാംഡ കിട്ടും. -1 - 2 ലാംഡ -1 ചെയ്താൽ -1 - 1 ചെയ്താൽ നമുക്ക് -2 ലാംഡ കിട്ടും. ഇതാണ് പി ക്യൂ എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ.
എൽ എന്നുള്ള ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ വരിക? അത് ഈ 7 മൈനസ് ഇതെന്താ ചെയ്യാം? രണ്ടും കൂടി അങ്ങ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0. സോ 7 ലാംഡ മൈനസ് 7 ഇൻറ്റു 7 ചെയ്താൽ നമുക്ക് 49 ലാംഡ മൈനസ് 49. അടുത്തത് ഇവിടെ ലാംഡ മൈനസ് 5 കിട്ടും. ഇവിടെ പ്ലസ് 4 ലാംഡ ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ലാംഡൻ്റെ വാല്യൂ കിട്ടും. എന്താണ് ലാംഡൻ്റെ വാല്യൂ വരാൻ പോകുന്നത്? ഇവിടെ 50 ലാംഡ എന്ന് വരും. 50 പ്ലസ് 54 ലാംഡ എന്ന് വരും. ഇവിടെ 54 ലാംഡ എന്ന് വരും. 54 ഈക്വൽ ടു, അപ്പോൾ ലാംഡൻ്റെ വാല്യൂ 1 വരും. ലാംഡൻ്റെ വാല്യൂ 1 എന്നാൽ നമുക്ക് പി എന്നുള്ള ലൈനെ നമുക്ക് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് പി എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത്? 10, 1, -3. ഇതാണ് പി എന്നുള്ള പോയിന്റ് വരാം. അപ്പോൾ പി എന്നുള്ള പോയിന്റ് കിട്ടി 10, 1, -3. ക്യൂ എന്നുള്ള പോയിന്റ് കിട്ടി, അത് ഓൾറെഡി നമുക്കറിയായിരുന്നു, 10, -3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. സോ നമുക്ക് കാര്യം ചെയ്യാം, പി ക്യൂവും ക്യു ആറും പിന്നെ പി ആറും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എവിടെയാണ് ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒക്കെ ഇരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ പി ക്യു എന്താ വരാൻ പോകുന്നത്? സോ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അതായത് റൂട്ട് 20 ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ക്യു ആർ നോക്കാം. ക്യു ആർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2. എന്തായിരുന്നു ക്യു ആർ? റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതന്നെയല്ലേ? 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത് പി ആർ നമുക്ക് കണ്ടുപിടിക്കാം. പി ആർ എന്താന്ന് വരാൻ പോകുന്നത്? റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, 4 സ്ക്വയർ ആണ് വരാം. 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് എന്താ വരിക? ഇത് റൂട്ട് 54 വരും. ഈ വാല്യൂ എന്ത് വരും? 49 പ്ലസ് 25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 74 കിട്ടും. യെസ്, അപ്പോൾ ഇത് നമുക്ക് കാര്യമായിട്ട് അപ്പാരൻ്റ് ആണ്. പി ക്യു സ്ക്വയറും പിന്നെ ക്യു ആർ സ്ക്വയറും കൂടി കൂട്ടിയാൽ നമുക്ക് പി ആർ സ്ക്വയർ കിട്ടും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പി ആർ ആണ് ഇവിടെയുള്ള റൈറ്റ് ഹൈപ്പോട്ടിന്യൂസ്. ഓക്കെ ഓക്കെ, സോ ഇത് 90 ഡിഗ്രിയാണ്. നമുക്ക് പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ക്യു ആർ എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളാണ്. ട്രയാങ്കിൾ പി ക്യു ആർ ഏരിയ ഇസിക്കൽ ടു ഹാഫ് ബി എച്ച് ആയിരിക്കും. ഹാഫ് ഇൻറ്റു ബേസ് വരാൻ പോകുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്, ഹൈറ്റ് വരാൻ പോകുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്, പി ക്യു ഇൻറ്റു ക്യു ആർ, പി ക്യു ഇൻറ്റു ക്യു ആർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ വരിക? ഹാഫ് ഇൻറ്റു റൂട്ട് 20 എന്നുള്ളത് 2 റൂട്ട് 5 ആണ്. റൂട്ട് ക്യു ആർ എന്താ വരിക? ഇത് 2 റൂട്ട് 5 ആണ് നമുക്കറിയാം. ക്യു ആർ എന്ന് വെച്ചാൽ 54 എന്ന് വെച്ചാൽ 9 ഇൻറ്റു 6 ആണ്. റൂട്ട് 9 എന്ന് വെച്ചാൽ 3 ആണ്. അപ്പോൾ 3 റൂട്ട് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 റൂട്ട് 6. അപ്പോൾ നമുക്ക് ആൻസർ അറിയാം, 3 റൂട്ട് 30. ഇതാണ് ഏരിയ ഓഫ് പി ക്യു ആർ വരാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്നുള്ള സംഭവം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസിലായി നമ്മൾ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇനി അങ്ങനെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലും കുറേ എണ്ണം ഇങ്ങനെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഇമേജ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഫ്രം ദ പോയിന്റ് അലോങ് ദി ലൈൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നിങ്ങൾ കുറേ കണ്ടു പരിചയമുള്ള ക്വസ്റ്റ്യൻ കൂടി ആയിരിക്കും. സോ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇതിന് ഞാനൊരു L1 എന്ന് വിളിക്കുകയാണ്, ഇതിനൊരു L2 എന്ന് വിളിക്കാം ഒരു എളുപ്പത്തിന്. ഓക്കെ, L1 എന്നുള്ള ലൈൻ ഉണ്ട്, ഒരു പോയിന്റ് 1,4,0 ഉണ്ട്. ഇനി വേറെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇതാണ് നമ്മുടെ L2. യെസ്, L2. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിൻ്റെ പാരലലായിട്ട് ഇതിലൂടെ ഒരു ലൈൻ കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അലോങ് ദി ലൈൻ ഉദ്ദേശിച്ച് ഈ ലൈന് പാരലലായിട്ട് ഒരു ലൈൻ കടന്നു പോകുന്നുണ്ട്, ഇത് ഈ ഡിസ്റ്റൻസ് എത്ര. അപ്പോൾ നമുക്ക് ഈ ലൈന് കണ്ടുപിടിക്കണം.
ഓക്കെ, ഈ ലൈൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ആ ഒരു L3 എന്ന് പേരിടാം. ഓക്കെ, L3 എന്നുള്ള ലൈൻ എന്താ വരിക? വളരെ സിമ്പിളാണ്, പാരലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് രണ്ട് സെയിം ആയിരിക്കും. L3ൻ്റെയും L2ൻ്റെയും ഡയറക്ഷൻ റേഷ്യോസ് സെയിം ആണ്. അത് 1, 2, 3 തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ ഈ ഇതിൻ്റെ ന്യൂമറേറ്റേഴ്സ് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഏതായാലും 1,0 പാസ് ചെയ്യുന്നതുകൊണ്ട് L3 എന്നുള്ള ലൈന് വരാൻ പോകുന്നത് x - 1/1 ഈക്വൽ ടു y - 4/2 ഈക്വൽ ടു z - 0/. ഇതാണ് L3 എന്നുള്ള ലൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? L3 എന്നുള്ള ലൈനും L1 എന്നുള്ള ലൈനും സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റും ഈ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് എടുത്താൽ നമ്മുടെ ആൻസർ ആയി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് L3 എന്നുള്ള പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലാംഡ അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ കറക്റ്റാക്കി എഴുതാം. 1 + ലാംഡ, ഒരു ജനറൽ പോയിന്റ് എടുത്താൽ 4 + 2 ലാംഡ 3 ലാംഡ. ഇതാണ് L3യിലെ ഒരു ജനറൽ. ഇനി L1ലെ ഒരു ജനറൽ പോയിന്റ് നോക്കാം. ഇതിനൊരു ഈക്വൽ ടു ഒരു k കൊടുക്കാം. സോ 2 + 2k, 6 + 3k, 3 + 4k. ഇതാണ് നമ്മുടെ അടുത്തൊരു പോയിന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവ നേരെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി, കാരണം ഈ രണ്ട് പോയിന്റ്സും സെയിം ആണ്. സോ 1 + ലാംഡ ഈക്വൽ 2 + 2k എന്ന് വെച്ചാൽ ലാംഡ ഈസ് ഈക്വൽ ടു 1 + 2k. ഈ എക്സ് കോർഡിനേറ്റുകൾ നേരെ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ വൈ കോർഡിനേറ്റ്സ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ലാംഡ ഈസ് ഈക്വൽ ടു 2 + 3k എന്ന് കിട്ടും. ഇവിടെയും ഇക്വേറ്റ് ചെയ്താൽ 3 ലാംഡ ഈക്വൽ ടു 3 + 4k എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ രണ്ട് ടേംസ് അങ്ങ് ആഡ് ചെയ്താൽ നമുക്ക് 3 ലാംഡ ഈസ് ഈക്വൽ ടു 3 + 5k എന്ന് കിട്ടും. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, കെൻ്റെ വാല്യൂ. ഇത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കെൻ്റെ വാല്യൂ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിവിടെ കൊടുത്താൽ ലാംഡൻ്റെ വാല്യൂ നമുക്ക് 1 കിട്ടും. ലാംഡൻ്റെ വാല്യൂ 1 ആണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇത് 2 ആകും, ഇത് 6 ആകും, ഇത് 3 ആകും. സോ 263 എന്നുള്ളതാണ് ഈ പോയിന്റ്. 263 അതാണ് ഈ പോയിന്റ്. ഓക്കെ, അത് ഇവിടെ കൊടുത്താൽ നമുക്ക് അതേ വാല്യൂ തന്നെയാണ് കിട്ടുക. സോ 263. ഓക്കെ, അതേ പോയിന്റ് തന്നെ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ക്വസ്റ്റ്യനിലും 263 എന്നുള്ളൊരു സംഭവം നമുക്ക് ചെറുതായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് കിട്ടി, ഈ പോയിന്റ് കിട്ടി, ഈ പോയിന്റ് കിട്ടി. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. എന്താണ് ആ ഡിസ്റ്റൻസ് വരാൻ പോകുന്നത്? ഓക്കെ, സോ √(1² + 2² + 3²). എന്താ പറയുക, എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 9 + 5 √14 എന്ന് കിട്ടും. സോ തേർഡ് ഓപ്ഷനാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. If the square of the shortest distance between the lines is m/n, m and n are co-prime numbers. Co-prime എന്ന് ഉദ്ദേശിച്ചത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്നാണ്. എന്ന് വെച്ചാൽ 9/18 എന്ന് എഴുതൂല, 1/2 എന്നേ എഴുതുള്ളൂ. 1/2 എന്നാണ് m/n-ൻ്റെ റെപ്രസെൻറ്റേഷൻ. യെസ്, സോ അങ്ങനെയാണെങ്കിൽ m + n എന്താണെന്ന് ചോദിച്ചല്ലോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കേട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ലൈനാണ്, മറ്റത് വേറെ ഒരു ലൈനാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും സ്ക്യൂ ലൈൻസ് ആണ്. എന്ന് വെച്ചാൽ ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുമില്ല, പാരലലും അല്ല. അങ്ങനെ സ്ക്യൂ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ഫോർമുല ഉണ്ട്. സോ ഒരു ഇക്വേഷന് നമുക്ക് r = a1 + λb1 എന്ന് എഴുതാൻ പറ്റും. വേറൊരു ലൈനിനെ നമുക്ക് r = a2 + λb2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതെന്തായിരിക്കും? d = എന്താ വരാൻ പോകുന്നത്? a2 - a1 ഡോട്ട് b1 × b2 ഡിവൈഡ് ബൈ മോഡ് b1 × b2. ഇതിൻ്റെ മോഡുലസ്. ഇതാണ് ആൻസർ വരാൻ പോകുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് b1 ആണ് ഇതിൻ്റെ വെക്ടർ, ഇത് b2 ആണ് ഇതിൻ്റെ വെക്ടർ. ഇവർ തമ്മിലുള്ള ക്രോസ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ വെക്ടർ കിട്ടും. a2 - a1 എടുത്താൽ ഒരു റാൻഡം വെക്ടർ ആയിരിക്കും. അതിനെ ഇതിലേക്ക് അങ്ങ് ഡോട്ട് ചെയ്താൽ മതി, ഇതിലേക്ക് പ്രൊജക്ഷൻ അങ്ങ് എടുത്താൽ മതി. അതാണ് ഈ ഡോട്ട് എന്നുള്ള ഉദ്ദേശം. ഓക്കെ, അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് b1 × b2 കണ്ടെടുക്കാം. എന്താണ് ഈ b1 × b2? 1 2 - 3 ആണ് b1.
B2 എന്ന് വെച്ചാൽ 2 4 മൈനസ്. ഓക്കെ, സോ നമുക്ക് B1 ക്രോസ് B2 ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ മറ്റേ പേജ് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, IJK. So 1 2 minus 3 2 4 minus 5. Okay, so I into minus 10 plus 12 അപ്പോൾ നമുക്കത് കിട്ടും 12 2i എന്ന് കിട്ടും. ഓക്കെ, ജെൻ്റെ വാല്യൂസ് എടുത്താൽ മൈനസ് 5 പ്ലസ് 6 അപ്പോൾ മൈനസ് ജെ എന്ന് കിട്ടും. എ ഇൻറ്റു 4 മൈനസ് 4. ഓക്കെ, കെൻ്റെ വാല്യൂസ് ഇല്ല. 2i മൈനസ് ജെ ആണ് എന്ത് B1 ക്രോസ് B2. അല്ലെങ്കിൽ മോഡ് B1 ക്രോസ് B2 എന്താണെന്ന് നമുക്കറിയാം, അത് റൂട്ട് 5 ആണ്. റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇനി അടുത്ത് നമുക്ക് A2 മൈനസ് A1 കിട്ടും. A2 മൈനസ് A1 നമുക്ക് അവിടെ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരാം. ഓക്കെ, താഴെ റൂട്ട് 5 വരും. ഇത് 2i മൈനസ് ജെ. എന്താണ് A2 മൈനസ് A1 വരാൻ പോകുന്നത്? 2 മൈനസ് മൈനസ് 1, അപ്പോൾ നമുക്ക് 3i എന്ന് വരും. ഇനി അടുത്ത് 1 മൈനസ് മൈനസ് 3 നമുക്ക് 4 എന്ന് വരും. അടുത്തത് ആക്ച്വലി മാറ്റർ ചെയ്യില്ല, എന്നാലും മൈനസ് 3 മൈനസ് മൈനസ് 5, അപ്പോൾ നമുക്ക് 2k എന്ന് വരും. മാറ്റർ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ k ഇല്ലാത്തതുകൊണ്ട്. സോ ഇതിൻ്റെ വാല്യൂസ് എന്താ വരിക? മോഡുലസ് ഓഫ് 6 മൈനസ് 4 ഡിവൈഡ് ബൈ റൂട്ട്. ഓക്കെ, സോ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്താ വരിക? ഇത് 2/√5 എന്ന് വരും. സ്ക്വയർ ചെയ്താൽ നമുക്ക് 4/5 എന്ന് കിട്ടും. സോ ഇതാണ് m/n എന്നാണ് പറഞ്ഞിട്ടുള്ളത്. m ഉം n ഉം കോപ്രൈമാണ്. m പ്ലസ് എന്നിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 9 ആയിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. റെഡിമെയ്ഡ് ഫോർമുല ഓൾറെഡി ഉണ്ട്, അതിലേക്ക് കിട്ടുന്ന വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Let the point A divide the line segment joining the points P and Q internally in the ratio R:1. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുറേ കാൽക്കുലേഷൻ ഉണ്ട്, തെറ്റാനുള്ള ചാൻസ് കൂടുതൽ. എസ് പി എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്, Q എന്നുള്ള പോയിന്റ് ഉണ്ട്, R എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, സോറി A എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. സച്ച് ദാറ്റ് ഇത് R:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് O is the origin, OQ dot OA OQ dot OA minus 1/5 of OP cross OA സ്ക്വയർ is equal to 10 ആണെങ്കിൽ എന്റെ വാല്യൂ ചോദിച്ചത്. സോ O എന്നുള്ള ഒറിജിൻ ഇവിടെ ഉണ്ട് വിചാരിക്കുക. ഒറിജിൻ ഇവിടെ മാർക്ക് ചെയ്യാം. OQ dot OA എന്ന് വെച്ചാൽ OQ dot OA. സോ നമുക്ക് A എന്നുള്ള പോയിന്റിനെ നമുക്ക് ഇവിടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതെന്തായിരിക്കും? A എന്നുള്ള പോയിന്റ്, സോറി OA എന്നുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ വരാൻ പോകുന്നത് OQ ഇൻറ്റു ആർ. നമ്മൾ സാധാരണ സെക്ഷൻ ഫോർമുലയിൽ പഠിച്ചിട്ടുള്ളത് Q ഇൻറ്റു OQ ഇൻറ്റു ആർ പ്ലസ് OP ഇൻറ്റു 1 ഡിവൈഡ് ബൈ R പ്ലസ് 1. സോ R പ്ലസ് 1 താഴെ ഉണ്ടായിരിക്കും OQ ഇൻറ്റു ആർ പ്ലസ് OP ഇൻറ്റു 1 ഡിവൈഡ് ബൈ R പ്ലസ് 1. ഇതാണ് OA എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമ്മൾ കാര്യം ചെയ്യാൻ പോവാണ്. OAൻ്റെ വാല്യൂ ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ OQൻ്റെ OPൻ്റെ വാല്യൂ ഇവിടെ തന്നെ കൊടുക്കാൻ പോകുന്നില്ല, പകരം ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ OQ ഡോട്ട് OA നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സംഭവം അതെന്തായി മാറുന്നു കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കണ്ടുപിടിക്കാം. OQ ഡോട്ട് OA ചെയ്താൽ നമുക്കത് കിട്ടും. OQ ഇതിനായിട്ട് ഡോട്ട് ചെയ്താൽ നമുക്ക് OQ ഡോട്ട് OQ കിട്ടും. എന്ത് കിട്ടും? OQ ഡോട്ട് OA എന്ന് വെച്ചാൽ R ഇൻറ്റു OQൻ്റെ പ്ലസ് OQ ഡോട്ട് OP ഡിവൈഡ് ബൈ R പ്ലസ് മൈനസ് 1/5 ഇൻറ്റു, ഒറിജിൻ ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്, 1/5 ഇൻറ്റു, ഇനി ഈ വാല്യൂനോട് OA അങ്ങ് ക്രോസ് ചെയ്യാം. OP ക്രോസ് OA അല്ലേ? ഓക്കെ, ഈ വാല്യൂനോട് OP അങ്ങ് ക്രോസ് ചെയ്യാൻ പോകാം. സോ OP ക്രോസ് OQ ഉണ്ടായിരിക്കും. OP ക്രോസ് OP 0 ആണ്. സോ ഹാഫ് ഇൻറ്റു R ഇവിടെ ഉണ്ടായിരിക്കും ബൈ R പ്ലസ് 1 ഉണ്ടായിരിക്കും OP ക്രോസ് Q.
ഓക്കെ, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ഒ ക്യു സ്ക്വയർ കണ്ടുപിടിക്കണം, ഒ ക്യു ഡോട്ട് ഒ പി കണ്ടുപിടിക്കണം, ഒ പി ക്രോസ് ഒ ക്യുൻ്റെ മോഡുലസിൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഒ ക്യു സ്ക്വയർ കണ്ടുപിടിക്കാം. എന്താ ഒ ക്യു സ്ക്വയർ വരാൻ പോകുന്നത്? ഇതാ ക്യു, അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടും 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ എടുത്താൽ നമുക്ക് 25 പ്ലസ് 25 50, 50 പ്ലസ് 100 മോഡ് ഒ ക്യു സ്ക്വയർ എന്ന് വെച്ചാൽ 150 ആയിരിക്കും. ഓക്കെ, ഇനി ഒ ക്യു ഡോട്ട് ഒ പി എടുത്താൽ നമുക്ക് എന്താ കിട്ടാം? 5 ഇൻറ്റു 1 മൈനസ് 5, 5 ഇൻറ്റു മൈനസ് 1 മൈനസ് 5, ഇത് 20 കിട്ടും, 20 മൈനസ് 10 10 എന്ന് കിട്ടും. ഓക്കെ, 10 എന്ന് കിട്ടും. ഇനി നമുക്ക് ഒ പി ക്രോസ് ഒ ക്യു കണ്ടുപിടിക്കണം. ഓക്കെ, ഒ പി ക്രോസ് ഒ ക്യു ഇസിക്കൽ ടു ഐ ജെ കെ. എന്താ വരിക? ഒ പി എന്ന് വെച്ചാൽ -1 -1 2 5 5 10, -1 -1 2 5 5 10. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഐ ജെ കെ ഐ ഇൻറ്റു -10 -10 അപ്പോൾ -20 എന്ന് കിട്ടും. -20i ജെ ഇൻറ്റു -10 -10 -20 +20 ജെ എന്നാവും. ഓക്കെ, ഇനി അടുത്ത കേക്ക് വാല്യൂസ് ഒന്നുമില്ല, 0 ആണ്. സോ ബേസിക്കലി ഇതിനെ 20 ഇൻറ്റു -i പ്ലസ് ജെ എന്നിട്ട് കൊടുക്കാം. ഇതാണ് ഒ പി ക്രോസ്. അതിൻ്റെ മോഡുലസ് എടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇതിൻ്റെ മോഡുലസ് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 20√2. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 6 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 10 ആണെന്നല്ല ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. ഓക്കെ, സ്ക്വയർ 50 ആണ്, സോ 150 ആണ്, അപ്പോൾ 150 R എന്നാകും. 150 R പ്ലസ് 10 ഡിവൈഡ് ബൈ R പ്ലസ് 1 മൈനസ് 1/5 ഇൻറ്റു ആർ സ്ക്വയർ എടുത്താൽ നമുക്ക് അവിടെ ആർ സ്ക്വയർ ആയിരിക്കും. ഒ പി ക്രോസ് ഒ ക്യു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത് 20√2 ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്താൽ 20 സ്ക്വയർ 20 ഇൻറ്റു 20 ഇൻറ്റു 2, √2ൻ്റെ സ്ക്വയർ 2 ആയിരിക്കും. ഡിവൈഡ് ബൈ ആർ പ്ലസ് 1ൻ്റെ ഈക്വൽ ടു 10 ആയിരിക്കും. ഇനി ഇവിടെ കുറച്ച് ടേംസ് നമുക്ക് കട്ട് ചെയ്യാം. 20 ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4 ഇൻറ്റു 40 ചെയ്താൽ നമുക്ക് 160 എന്ന് കിട്ടും, 160 എന്ന് കിട്ടും. സോ 150. ഓക്കെ, ഇവിടെ മേലും താഴെ നമുക്ക് ആർ പ്ലസ് 1 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു ആർ പ്ലസ് 1. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? താഴെ ആർ പ്ലസ് 1ൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? താഴെ ആർ പ്ലസ് 1 ഹോൾ സ്ക്വയർ, മേലെ എന്തായിരിക്കും? ആർ സ്ക്വയർ ഇൻറ്റു 160 ആർ സ്ക്വയർ ഈക്വൽ ടു 10 ആയിരിക്കും. സോ മേലെ എന്താ വരിക? 150 ആർ സ്ക്വയർ പ്ലസ് 10 ആറും 150 ആറും കൂടി 160 ആർ പ്ലസ് 10 മൈനസ് 160 ആർ സ്ക്വയർ ഈക്വൽ ടു 10 പ്ലസ് 10 ആർ സ്ക്വയർ പ്ലസ് 20 ആർ. ഇതാണ് സംഭവം. 10 10 ഇവിടെ കട്ടായി പോയി. ഇനി അടുത്തത് എന്താ വരാൻ പോകുന്നത്? ഇത് രണ്ടും കൂടി കട്ടായി പോയാൽ എന്ത് വരും? -10 ആർ സ്ക്വയർ വരും. -10 ആർ സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ 20 ആർ സ്ക്വയർ ആവും. ഓക്കെ, ബാക്കി 20 ആറും ഇവിടെ കൂടി കട്ടായി പോയാൽ 140 ആർ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആർ ഈക്വൽ ടു 0 കിട്ടും. പിന്നെ ആർ ഈക്വൽ ടു എന്തും കിട്ടും? 7 കിട്ടും. 140/20 ചെയ്താൽ 7 കിട്ടും. സോ ആറിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി. ഓക്കെ, പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് ആർ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ആർ ഈക്വൽ ടു 0 എന്നുള്ള സംഭവം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആർ ഈക്വൽ ടു 7 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. വാല്യൂ ഓഫ് ആർ 7 ആണ്. വലിയ ബുദ്ധിമുട്ടില്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചത് എന്താണോ അത് ചെയ്തു പോയാൽ മതി, റൈറ്റ് ആൻസറിലേക്ക് താനേ എത്തിക്കോളും. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let in triangle ABC the length of the side AC be 6. സോ ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് 6 ആണ്. ബി എന്നുള്ള വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വെർട്ടെക്സ് AC lie on the line x minus 6/3 equal to y minus 7/2 equal to
z minus 7 by minus 2. ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ബി എന്നുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് ബേസ് നമുക്ക് ഓൾറെഡി അറിയാം, അത് 6 ആണ്. ഹൈറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. ബേസിക്കലി ഈ ലൈനും എ സി എന്നുള്ള ഈ ലൈനും ബി എന്നുള്ള ഈ പോയിന്റും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, ഇത് നമുക്ക് പാരാമെട്രിക് ആക്കി മാറ്റാം. ഇതിനൊരു ലാംഡ എന്ന് കൊടുക്കാം. അപ്പോൾ എ സി എന്നുള്ള ലൈനിലെ ഒരു റാൻഡം പോയിന്റ് ഇരിക്കുന്നത് എന്തായിരിക്കും, 6 + 3 ലാംഡ, 7 + 2 ലാംഡ, 7 - 2 ലാംഡ. ഇതാണ് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റ് എന്നുള്ള എ സി എന്നുള്ള ലൈനിലെ ഒരു റാൻഡം പോയിന്റ്. ഈ പോയിന്റും പിന്നെ ബിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഡിഫറൻസ് എടുത്താൽ ഒരു കാര്യം ചെയ്യാം, ഇതിന് നമുക്കൊരു ബി പി എന്നാണ് വിളിക്കാം. ഇതാണ് പി എന്നുള്ള പോയിന്റ്. ബി പി എന്നുള്ള പോയിന്റിന്റെ ഡയറക്ഷൻ, ബി പി എന്നുള്ള ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് അതെന്തായിരിക്കും, 3 ലാംഡ + 6 നിന്നും 1 മൈനസ് ചെയ്താൽ 3 ലാംഡ + 5, 2 ലാംഡ + 7 നിന്നും മൈനസ് ചെയ്താൽ 2 ലാംഡ + 7 + 5, 3 മൈനസ് ചെയ്താൽ 4 - 2 ലാംഡ. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ്, ബി പി എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. അത് നമുക്ക് എന്ത് ചെയ്യാം, എ സി എന്നുള്ള ആ ലൈന് ഈ ലൈനോട് ഡോട്ട് ചെയ്താൽ, ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസിനോട് ഡോട്ട് ചെയ്താൽ 0 കിട്ടും, കാരണം പെർപെൻഡിക്കുലർ. ഓക്കെ. സോ 3 ലാംഡ + 5 × 3 ചെയ്താൽ നമുക്ക് 9 ലാംഡ + 15 കിട്ടും. ഇവിടെ നമുക്ക് × 2 ചെയ്താൽ 4 ലാംഡ + 10 കിട്ടും. അടുത്തത് 8 - 4 ലാംഡ = 0 ആയിരിക്കും. വിച്ച് മീൻസ് 9 ലാംഡ പ്ലസ് ഇത് 15 + 8 + 10. ഓക്കെ, 10 + 8 18 ആണ്. 18 + 15. ഓക്കെ, ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഇതിനെ നമുക്ക് -2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൈനസ് മാറിപ്പോവും, ഇവിടെ മൈനസ് ആവും, ഇവിടെ പ്ലസ് ആവും. ഓക്കെ, സോ ഇത് 9 ലാംഡ അല്ല, 4 ലാംഡ + 4 ലാംഡ + 9 ലാംഡ, 8 + 9 17 ലാംഡ കിട്ടും. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 25 കിട്ടും. 25 - 8 17 ആയിരിക്കും. സോ -17 കിട്ടും. ലാംഡൻ്റെ വാല്യൂ -1. ലാംഡൻ്റെ വാല്യൂ -1 കൊടുത്താൽ നമുക്ക് പി എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടും. എന്താ വരിക, 6 - 3 ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. 3, 5, 9. ഇതാണ് പി എന്നുള്ള പോയിന്റ്. ഇനി നമുക്ക് ബി പി കണ്ടുപിടിക്കാം. ഓക്കെ, ബി പി എത്ര ആയിരിക്കും, പി എന്നുള്ള പോയിന്റ് കിട്ടി, ബി എന്നുള്ള പോയിന്റ് കിട്ടി, √2² + 3² + 6². ഓക്കെ, അതെന്താ വരാൻ പോകുന്നത്, 36 + 9 + 4, 49 കിട്ടും. അതായത് ബി പി 7 ആണ്. സോ നമുക്ക് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയ ½ × 6 × 7, സോ 21 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാര്യമായിട്ട് ഒന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഒരു ലൈനും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേഷൻ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കുറേ കണ്ടു ഓൾറെഡി. ഈ ഒരു ടൈപ്പൊക്കെ തന്നെയാണ് ജെയ്മെൻസിന് ചോദിക്കുന്നത്. ആ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let the line passing through -1, 2, 1 parallel to the line intersect the line at point P. Okay. Distance of the point P from the point. ഒരു ലൈൻ ഉണ്ട്, അത് വേറൊരു ലൈനായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് പി എന്നുള്ള പോയിന്റ്. ഇതാണ് L1 എന്നുള്ള ലൈൻ. പിന്നെ വേറെ ലൈൻ ഉണ്ട് L2. ആ L2 എന്നുള്ള ഇവിടെ കൊടുത്തിട്ടില്ല. ആ L2 ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഇതിന് പാരലലുമാണ്. അപ്പോൾ L2 എന്നുള്ള ലൈൻ ഉണ്ട്. ഇവ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് പി എന്നുള്ള പോയിന്റിൽ. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദിസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്താൽ മതി, യെസ്, L1 എന്നുള്ള ലൈന്, L2 എന്നുള്ള ലൈന് നമുക്ക് L2 എന്നുള്ള ലൈൻ ഇതിലൂടെ പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ മീനിങ് x + 1 / സംതിങ്
ഈക്വൽ ടു വൈ മൈനസ് 2 ബൈ സംതിങ് ഈക്വൽ ടു സെഡ് മൈനസ് 1 ബൈ സംതിങ്. ഇനി ആ സംതിങ് നമുക്ക് ഫില്ല് ചെയ്യാം. ആ സംതിങ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. ഈ ലൈന് പാരലൽ ആയതുകൊണ്ട് ആ ഡയറക്ഷൻ റേഷ്യോസ് 2, 3, 4. 2, 3, 4. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ലൈനിന് ഒരു ലാംഡ ഇട്ട് കൊടുക്കാം. എന്തിനാണ് ലാംഡ ഇട്ട് കൊടുക്കുന്നത്? ഈ ലൈനിനെ നമുക്ക് പാരാമെട്രിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ ലൈനെ പാരാമെട്രിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് -1 + 2 ലാംഡ, 2 + 3 ലാംഡ, 1 + 4 ലാംഡ. ഇതാണ് ഇതിൻ്റെ പാരാമെട്രിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് L1-ലുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാം. ഇതിനെ ഒരു ഈക്വൽ ടു കെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് -2 + 3k, അടുത്തത് 3 + 2k, അടുത്തത് 4 + k. ഇതാണ് ഈ രണ്ട് പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റ്സും ഈക്വൽ ആണ്. എപ്പോഴാണ് ഇത് ഈക്വൽ ആണ്? പി എന്നുള്ള പോയിന്റിൽ ഈ രണ്ട് പോയിന്റ്സും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3k = 2 ലാംഡ + 1. ഇവിടെ 2k = 3 ലാംഡ - 1. അടുത്തത് ഇവിടെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? k = 4 ലാംഡ - 3. ഓക്കെ, സോ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3k = 7 ലാംഡ - 4. സോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ 7 ലാംഡ - 4 = 2 ലാംഡ + 1. സോ 5 ലാംഡ = 5, ലാംഡ = 1 എന്ന്. ലാംഡ = 1 കിട്ടിയാൽ നമുക്ക് പി എന്നുള്ള പോയിന്റ് ഇവിടെ നിന്ന് തന്നെ കിട്ടാം. എന്തായിരിക്കും? 1, 5, 5. ഇതാണ് പി എന്നുള്ള പോയിന്റ് വരാം. ഓക്കെ, സോ പി എന്നുള്ള പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. സോ 1, 5, 5 ആൻഡ് 4 - 5, 1. എന്താ ഡിസ്റ്റൻസ് വരാൻ പോകുന്നത്? √3² + 10² + 4². ഓക്കെ, 3² 4² കൂടെ ആഡ് ചെയ്താൽ 5² ആണ് നമുക്കറിയാം. 25 + 100 √125 ആയിരിക്കും. √125 എന്ന് വെച്ചാൽ 25 × 5 ആണ്. 5√5 ആണ്. 5√5 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാനില്ല. നമുക്ക് ആ രണ്ട് ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാനേ ഉള്ളൂ. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ലെറ്റ് പി ബി ദ ഇമേജ് ഓഫ് ദ പോയിന്റ് ഓൺ ദി ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജിനുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാം. ഇത് ഭയങ്കര സിമിലറാണ്. സോ പി എന്നുള്ള പോയിന്റ് ഉണ്ട്, അത് എൽ എന്നുള്ള ലൈനിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയാൽ അത് ഇവിടെ വരും. ഓക്കെ, ഇതാണ് ക്യൂ എന്നുള്ള പോയിന്റ്, ഇതാണ് പി എന്നുള്ള പോയിന്റ്, ഇതാണ് എൽ എന്നുള്ള ലൈൻ. ഇതാണ് അതിൻ്റെ ഇമേജ്. യെസ്, അപ്പോൾ ആർ എന്നുള്ള പോയിന്റ് ഉണ്ട് ഓൺ എൽ. ഇവിടെ ആർ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പി ക്യു ആറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ക്യൂവും കണ്ടുപിടിക്കണം, പിയും കണ്ടുപിടിക്കണം, പിന്നെ ആറും കണ്ടുപിടിക്കണം. ആർ എന്നുള്ള സംഭവം നമ്മൾ പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. അത് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ 5 - 1/2 = p + 1/3 = q/4. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 4/2 2 ആണ്. സോ പിൻ്റെ വാല്യൂ 5 ആയിരിക്കും. 5, ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 8 ആയിരിക്കും. 5, 8 ആണ് ആറിൻ്റെ കോർഡിനേറ്റ്സ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത് പി കണ്ടുപിടിക്കാം. പി കണ്ടുപിടിക്കാനും വളരെ സിമ്പിളാണ്. പി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഈ പോയിന്റ് കിട്ടണം. ആ പോയിന്റിനെ ഞാൻ ഒരു എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കാൻ പോവാണ്. സോ എക്സ് എന്നുള്ള ആ പോയിന്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ജനറൽ പോയിന്റ് ആണ്. അതെന്താ വരിക? ഇതിന് ഈക്വൽ ടു ഒരു ലാംഡ അങ്ങ് കൊടുക്കാം. സോ എക്സ് എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് 1 + 2 ലാംഡ -1 + 3 ലാംഡ 4 ലാംഡ. ഓക്കെ, സോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂ എക്സ് എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ വരാൻ പോകുന്നത്? 1 + 2 ലാംഡ -7 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ലാംഡ -6 കിട്ടും. അടുത്ത 1 + 3 ലാംഡ -1 നിന്നും -2 ചെയ്താൽ നമുക്ക് +2 3 ലാംഡ +1 ആണ്. അടുത്ത 4 ലാംഡ -5. ഇതാണ് ക്യൂ എക്സിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്.
QX ഡോട്ട് L ചെയ്താൽ നമുക്ക് 0 കിട്ടും. സോ 2 ലാംഡ മൈനസ് 6 ഇൻറ്റു 2, അപ്പോൾ 4 ലാംഡ മൈനസ് 12 പ്ലസ് 9 ലാംഡ പ്ലസ് 3 പ്ലസ് 16 ലാംഡ മൈനസ് 20 ഈക്വൽ ടു 0. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 25ഉം ഇവിടെ 29 ലാംഡ എന്ന് കിട്ടും. മൈനസ് ഇത് -9 ആണ്. ഓക്കെ, ഇവിടെ 29 എന്ന് കിട്ടും. ലാംഡൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ കിട്ടി. ആ ലാംഡ ഈക്വൽ 1 എന്നുള്ള വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 3, 2, 4 എന്ന് കിട്ടും. സോ ഇതാണ് എക്സ് എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചാൽ മതി. 2x എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് റൂട്ട് 33 എന്ന് കിട്ടും. അതുപോലെ നമുക്ക് RX എന്നുള്ള ഡിസ്റ്റൻസ് കൂടി കണ്ടുപിടിക്കാം. RX എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. സോ RX ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അതെന്താ വരാൻ പോകുന്നത്? 4ഉം 9ഉം ഇത് 4 പ്ലസ് 25 എന്നാവും. റൂട്ട് 29 ആയിരിക്കും. സോ ഇത് റൂട്ട് 29. ഈ QX എന്നുള്ള ഡിസ്റ്റൻസ് റൂട്ട് 33. നമുക്ക് PQR എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു QRX എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഡബിൾ ചെയ്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റൂട്ട് 29 ഇൻറ്റു റൂട്ട് 33, അതിൻ്റെ ഡബിൾ. ഓക്കെ, ആൻസർ വരാൻ പോകുന്നത് റൂട്ട് ഓഫ് 29 ഇൻറ്റു 33. നമുക്ക് വേണ്ട ആൻസർ എന്താണ്? ഡെൽറ്റ സ്ക്വയർ ആണ്. സോ ഡെൽറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു 29 ഇൻറ്റു 33 ആണ് ഫൈനൽ ആൻസർ. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 7 കിട്ടും, 27. ഓക്കെ, 8 അതുപോലെ തന്നെ 7, 8, 9, 5, 7 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ 9, 5, 7 ആയിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇത് 4,4,4 ആണ്. സോറി, 4,4,3 ആണ്. ഇത് ആൽഫ, ബീറ്റ, ഗാമ. ഇത് ഇതിൻ്റെ ഇമേജ് ആണെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ ഇവരുടെ മിഡ് പോയിന്റ് കിടക്കുന്ന ഈ ലൈനിലായിരിക്കും. ഓക്കെ, മിഡ് പോയിന്റ് കിടക്കുന്നത് ഈ ലൈനിലായിരിക്കും. സോ നമുക്ക് കാര്യം ചെയ്യാം, മിഡ് പോയിന്റിൻ്റെ സംഭവം കണ്ടുപിടിക്കാം. മിഡ് പോയിന്റിൻ്റെ വാല്യൂ ഇതിലേക്ക് അങ്ങ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ആൽഫ, ഈ എക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആൽഫ പ്ലസ് 4/2 ആയിരിക്കും. ആൽഫ പ്ലസ് 4/2 മൈനസ് 1/2 ഈക്വൽ ടു ബീറ്റ പ്ലസ് 4/2 മൈനസ് 2 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു ഗാമ മൈനസ് 1 ഗാമ പ്ലസ് 3/2 മൈനസ് 1/3. എന്താ ഇപ്പോൾ ചെയ്തത്? ഇതിൽ ഈ ഒരു ലൈൻ ഇവിടെ തന്നെ എക്സ്പ്രസ് ചെയ്തു. പക്ഷേ എക്സും വൈ സെറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ആഡ് ചെയ്ത് കണ്ട് ബൈ 2 എടുത്തു. എന്ന് വെച്ചാൽ അതിൻ്റെ മിഡ് പോയിന്റ് എടുത്തു. മിഡ് പോയിന്റിലുള്ള പോയിന്റ് ഇതിലേക്കായി. സോ ഇവിടെ എന്താ കിട്ടുക? ആൽഫ പ്ലസ് 2/4 ഈസ് ഈക്വൽ ടു ബീറ്റ/2 ഈസ് ഈക്വൽ ടു ഗാമ പ്ലസ് 1/6. ഇതാണ് എന്ത് നമ്മുടെ റിലേഷൻ വരാൻ പോകുന്നത്. ആൽഫ ബീറ്റ ഗാമ റിലേഷൻ വരാം. ഇനി നമുക്ക് വേറെ സംഭവം കൂടി ചെയ്യാൻ പറ്റും. ഇവർ തമ്മിലുള്ള ഡയറക്ഷൻ റേഷ്യോ എടുക്കാം. ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ, ഇത് L എന്നുള്ള ലൈന്, ഈ ലൈന് ഞാൻ ഒരു എക്സ് എന്ന് വിളിക്കാൻ പോകും. എക്സ് എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? അത് ആൽഫ -4, ബീറ്റ -4, ഗാമ -3. ഇതാണ് ഇവരുടെ ഡയറക്ഷൻ റേഷ്യോ. ഇത് നമുക്ക് എല്ലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, സോ എങ്ങനെയാണ് 0 കിട്ടുക നോക്കാം. സോ ആൽഫ -4 ഇൻറ്റു എന്തായിരിക്കും? ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് 2, 1, 3 ആയിരിക്കും. ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു ബീറ്റ -4 പ്ലസ് 3 ഇൻറ്റു ഗാമ -3 ഈക്വൽ ടു 0. നമുക്ക് കാര്യം ചെയ്യാം, ഇതിനൊരു K എന്നുള്ള വാല്യൂ കൊടുക്കും. ആൽഫ പ്ലസ് 2/4 ഈക്വൽ ടു ബീറ്റ/2 ഈക്വൽ ടു ഓക്കെ.
യെസ്, ഞാൻ ഇവിടേക്കൊന്ന് പേസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ ഇത് കെ ആണെങ്കിൽ നമുക്ക് ആൽഫൻ എങ്ങനെ വിളിക്കാൻ പറ്റും? 4k - 2 എന്ന് വിളിക്കാം. ബീറ്റിനെ നമുക്ക് 2k എന്ന് വിളിക്കാം. ഗാമനെ നമുക്ക് 6k - 1 എന്ന് വിളിക്കാം. ഈ പരിപാടികൾ നമ്മൾ ഇവിടെ അങ്ങ് കൊടുക്കാൻ പോകാം. സോ 2 ഇൻറ്റു ആൽഫക്ക് എന്താ കൊടുക്കുക? 4k - 2. 4k - 2 - 4 ചെയ്താൽ 4k - 6 പ്ലസ് ബീറ്റ -4 എന്തായിരിക്കും? 2k - 4. അടുത്ത് 3 ഇൻറ്റു ലാംഡ മൈനസ് 3 എന്ന് വെച്ചാൽ 6k - 1നോട് -3 ചെയ്താൽ 6k - 4 ഈക്വൽ 0. ഇതൊക്കെ സോൾവ് ചെയ്താൽ നമുക്ക് കെൻ്റെ വാല്യൂ കിട്ടും. കെൻ്റെ വാല്യൂ നമുക്ക് ആൽഫയും ബീറ്റയും ഗാമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. യെസ്, നമുക്ക് ഡയറക്റ്റ്ലി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ് കണ്ടുപിടിക്കേണ്ടത്. അതെല്ലാം കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടാം? -3 12k - 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇതെന്തായിരിക്കും? 8k + 2k + 18k. ഇവിടെ -12 ഉണ്ടായിരിക്കും, -4 ഉണ്ടായിരിക്കും, -12 ഉണ്ടായിരിക്കും. സോ 12 + ഇത് 20 28k. ഇവിടെ എന്തായിരിക്കും? 24ഉം -28 = 0. കെൻ്റെ വാല്യൂ 1 ആണ്. കെൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ കൊടുത്താൽ നമുക്ക് 9 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ ഇവിടുത്തെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ ഈ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഇതിൻ്റെയും മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളിത് കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മിഡ് പോയിന്റ് എന്നാൽ ഈ ലൈനിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, എന്നിട്ട് ഈ ലൈനും പിന്നെ ഈ ലൈനും കൂടി ഡോട്ട് എടുത്താൽ 0 കിട്ടും. അപ്പോൾ വേറെ രീതിയിലാണ് ചെയ്തത്. രണ്ട് ചെയ്താൽ നമുക്ക് ഞാൻ ഗസ് ചെയ്യുന്ന രണ്ടിനും ഏതാണ്ട് വരെ സമയം എടുക്കുന്നതാണ് ഗസ് ചെയ്യുന്നത്. ഇവിടെ ബെറ്റർ മെത്തേഡ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. Let A be a point on xy plane which is equidistant from 3 points 0, 3, 2, 2, 0, 3 and 0, 0, 1. Let B equal to okay, C equal to then the among statements ABC is a right isosceles triangle. B2 S2 triangle ABC ൻ്റെ ഏരിയ 9√2/2 ആണ്. ഇത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 3 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഈ 3 പോയിന്റ്സിന് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ PQR എന്നങ്ങ് വിളിക്കാൻ പോകാം. ഈ പിയും ക്യൂ ആറിനും ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എ എന്നുള്ള പോയിന്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ പിയും എ ക്യൂയും എ ആറും കണ്ടുപിടിക്കാം, അതൊന്നും കൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സും വൈയും സെറ്റും ഒക്കെ കിട്ടും. യെസ്, പിന്നെ സെഡ് ഓൾറെഡി നമുക്ക് 0 ആണെന്ന് അറിയാം, കാരണം ഇത് എക്സ് വൈ പ്ലെയിൻ ആണെന്ന് അറിയാം. സോ സെഡ് ഓൾറെഡി 0 ആണ്. ഇനി നമുക്ക് എ പി കണ്ടുപിടിക്കാം. എ പി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടാം? എ പി കണ്ടുപിടിച്ചാൽ √(x² + y - 3) (² + 4) ആയിരിക്കും. q² എന്ന് വെച്ചാൽ 4 ആയിരിക്കും. അത് തന്നെ ആയിരിക്കും എന്തിൻ്റെ വാല്യൂ? പി ക്യൂൻ്റെ എ ക്യൂൻ്റെ വാല്യൂ. എ ക്യൂ എന്തായിരിക്കും? √(x - 2) (² + വേണ്ട, അത് എടുക്കണ്ട, അതിന് പകരം എ ആർ എടുക്കാം. എ ആർ കുറച്ചും കൂടി എളുപ്പമാണ്. (x² + y² + 1²). ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവ രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും (x²) രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യുക, (x²) കട്ടായി പോയി. y - 3ൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടും (y² - 6y + 9 + 4 = y² + 1). y² കട്ടായി പോയി. സോ ഇവിടെ 13 കിട്ടും. 13 മൈനസ് ചെയ്താൽ 12 = 6y എന്ന് വരും. ഇംപ്ലൈസ് y = 2 ആണ്. സോ ഇത് വൈൻ്റെ വാല്യൂ 2 കിട്ടി. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ക്യൂ എടുക്കാം, അത് എ ആറിനായിട്ട് ഇക്വേറ്റ് ചെയ്യാം. എ ക്യൂ എടുത്തുകൊണ്ട് എ ആറിനായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും? എ ക്യൂ എന്ന് വെച്ചാൽ (√(x - 2) (² + y² + 9) ഈക്വൽ ടു എ ആർ എന്തായിരിക്കും? (√(x² + y² + 1). ഓക്കെ, സോ ഇക്വേറ്റ് ചെയ്താൽ y² കട്ടായി പോയി. 9 ഇവിടെ വന്നു, അത് 9 - 1 8 ആയി മാറി. ഇവിടെ അവിടെ (x²) ഇവിടുത്തെ (x² കട്ടായി പോയി. ഇവിടെ -4x + 4 = 0. അതായത് സോൾവ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 കിട്ടും. സോ നമുക്ക് കിട്ടി എക്സിൻ്റെ വാല്യൂ 3 കിട്ടി. വിച്ച് മീൻസ് എ എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് 3, 2. ഓക്കെ,
ഇനി കാര്യങ്ങൾ കുറച്ചും കൂടി സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ബി കണ്ടുപിടിക്കുക, എ സി കണ്ടുപിടിക്കുക, ബി സി കണ്ടുപിടിക്കുക. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകൾ. സോ എ എന്നുള്ള പോയിന്റ് എന്തായിരിക്കും 3, 2, 0. ബി എന്നുള്ള പോയിന്റ് 1, 4. സി എന്നുള്ള പോയിന്റ് 2, 0, -2. ഇനി അടുത്ത് എ ബിയും ബി സിയും എന്തൊക്കെ കണ്ടിരിക്കാം. എ ബി ഇസിക്കൽ എന്താ വരിക, √2² + 2² + 1², അതായത് 3 ആയിരിക്കും. ഇനി നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ബി സിക്കൽ എന്താ വരിക, ഇത് 2 ആണ് കേട്ടോ. 1² + 4² + 1², അതായത് √18 ആയിരിക്കും. √18 നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഇനി അടുത്തത് 3√2 എന്നിട്ട് കൊടുക്കാം. ഇനി അടുത്ത് എ സി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് 1² + 2² + 2² ആണ്, അത് 3 ആണ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിപ്പോയി, എ ബിയും എ സിയും സെയിം ആണ്. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. മാത്രമല്ല എ ബിൻ്റെ സ്ക്വയറും എ സിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ബി സിൻ്റെ സ്ക്വയർ. ഇതെന്താണ്, ഇതൊരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്നുള്ള S1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ഞങ്ങൾക്ക് S2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് നോക്കാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, സോ റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിൾ ഇതാണ് ബി സി, ഇതാണ് എ. സോ ഇതിൻ്റെ ഏരിയ എടുത്താൽ ഹാഫ് ഇൻറ്റു, ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്താൽ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി. സോ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 3 ആയിരിക്കും, അത് 9/2 ആയിരിക്കും. അപ്പോൾ ഈ √2 എന്നുള്ള സംഭവം ഉണ്ടായിരിക്കില്ല. സോ S2 എന്നുള്ളത് തെറ്റാണ്. സോ ഓൺലി S1 ഈസ് ട്രൂ. തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The square of the distance of the point from the line in the direction of the vector I plus 4j plus 7k. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവം, ഒരു പോയിന്റ് ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്, അലോങ് ദി വെക്റ്റർ ഒരു വെക്റ്ററും ഉണ്ട്. ഇതാണ് L1 എന്നുള്ള ലൈന്, ഇതാണ് എൻ്റെ L1 എന്നുള്ളത്. ഇതാണ് പോയിന്റ് പി. പോയിന്റ് പി എടുക്കണ്ട, ഞാൻ ഇതിനൊരു എ എന്ന് വിളിക്കാം. ഇതാണ് എ എന്നുള്ള പോയിന്റ്. സോ ഈ വെക്റ്ററിൻ്റെ അലോങ് എന്ത് ചെയ്യാം, ഒരു ലൈൻ അങ്ങ് വരക്കുക. ആ ലൈന് ആ വെക്റ്ററിന് പാരലായിട്ട് ഒരു ലൈൻ അങ്ങ് വരക്കുക. ഇവർ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് ഇല്ലേ, പി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പി എന്നുള്ള. സോ ഫസ്റ്റ് നമുക്ക് ഈ ലൈൻ ഒന്ന് ഉണ്ടാക്കാം. L2 എന്നുള്ള ലൈൻ എന്താ വരിക, സോ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x - 15/7 by something equal to y - 32/7 by something equal to z - 7 by something. സംതിങ് എന്തായിരിക്കും, ഈ ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും. അതെന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1ഉം 4ഉം 7ഉം. ഇതാണ് ഈ ലൈൻ. അപ്പോൾ എന്താ ചെയ്യാം, സാധാരണ ചെയ്യുന്ന പരിപാടി ചെയ്യാം. ഇതിന് ഈക്വൽ ടു ഒരു ലാംഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. 15/7 plus lambda, 32/7 plus 4 lambda, 7 plus 7 lambda. ഇതാണ് L2 എന്നുള്ള ലൈനിലെ ഒരു പോയിന്റ്, ഒരു ജനറൽ പോയിന്റ്. അതുപോലെ L1 എന്നുള്ള ലൈനിലെ ഒരു ജനറൽ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എന്തായിരിക്കും, -1 plus 3k, -3 plus 5k, -5 plus 7k. ഇനി ഇത് രണ്ടും കൂടി അങ്ങ് ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്. സോ 3k ഈക്വൽ ടു 3k ഈക്വൽ ടു എന്താ കിട്ടാൻ പോകുന്നത്, രണ്ടും കൂടി ആഡ് ചെയ്താൽ 22/7 പ്ലസ് ലാംഡ എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 5k ഈക്വൽ ടു എന്താ കിട്ടാൻ പോകുന്നത്, ഇവിടെ 4 ലാംഡ ഉണ്ട്, 21 പ്ലസ് 32 53 എന്ന് കേട്ടോ. 53/7. ഇനി അടുത്ത ലാസ്റ്റത്തെ സംഭവം എന്തായിരിക്കും, 7k ഈക്വൽ ടു 12 പ്ലസ് 7 ലാംഡ. ഓക്കെ, അപ്പം നമുക്കിത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം, വലിയ ബുദ്ധിമുട്ടില്ല. ഇത് നമ്മളൊരു 4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മറ്റേ സംഭവം എഴുതി വെക്കാം. 5k ഈക്വൽ ടു 53/7 പ്ലസ് 4 ലാംഡ. ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12k,
ഈക്വൽ ടു ഇവിടെ 4 ലാംഡ വരും. 22നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 88 ആയി മാറും. സോ മൈനസ് ചെയ്താൽ 7k ഈസ് ഈക്വൽ ടു 88 മൈനസ് 53 ചെയ്താൽ നമുക്ക് 35/7 കിട്ടും. അത് 5 ആണെന്ന് നമുക്കറിയാം. കെൻ്റെ വാല്യൂ 5/7 ആണ്. ഓക്കെ, ഇവിടെ തന്നെ എഴുതാം. k ഈക്വൽ 5/7 ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എന്താ വരാം? മേ ബി ഇത് കണ്ടുപിടിക്കണമായിരിക്കും എളുപ്പം. k ഈക്വൽ ടു 5/7 കൊടുത്താൽ 5 ഈക്വൽ ടു 12 പ്ലസ് 7 ലാംഡ എന്ന് വരും. ലാംഡ ഈക്വൽ ടു മൈനസ്. ഓക്കെ, ലാംഡ ഈക്വൽ ടു -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 8/7 വരും. പി എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് 8/7. അടുത്തത് -1 കൊടുത്താൽ 4/7 എന്ന് കിട്ടും. അടുത്തത് -1 കൊടുത്താൽ 0 കിട്ടും. ഇതാണ് നമ്മൾ പി എന്നുള്ള പോയിന്റ്. എ എന്നുള്ള പോയിന്റ് എന്തായിരുന്നു? 15/7, 32/7, 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്താൽ നമുക്ക് എന്താ കിട്ടാം? റൂട്ട് ഓഫ് ദൂരമുള്ള ഡിസ്റ്റൻസ് എടുത്താൽ നമുക്ക് 7/7 1 എന്ന് കിട്ടും. 1² പ്ലസ് ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടും. 4² പ്ലസ് 7². എ പിൻ്റെ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 49 പ്ലസ് 16 പ്ലസ് 1, അതായത് 66 ആയിരിക്കും റൈറ്റ് ആൻസർ. സോ ഇതാ ഫോർത്ത് ഓപ്ഷൻ 66 ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് k, ബി ഈക്വൽ ടു 2i പ്ലസ് 7j പ്ലസ് 3k. അപ്പോൾ L1 എന്നുള്ള ലൈൻ ഉണ്ട്, L2 എന്നുള്ള ലൈൻ ഉണ്ട്, ബി 2 ലൈൻസ്. ഇഫ് L3 ഈസ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ് ആൻഡ് പാരലൽ ടു a പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ L3 പാസസ് ത്രൂ ഏത് പോയിന്റ്? ബേസിക്കലി നമ്മൾ L3 എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. അത് ഇതിൽ ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് റൈറ്റ് ആൻസർ കിട്ടാൻ നോക്കാം. ഓക്കെ, സോ എ എന്നുള്ള ലൈൻ ഉണ്ട്, ബി എന്നുള്ള എ എന്നുള്ള വെക്ടർ ഉണ്ട്, ബി എന്നുള്ള ലൈൻ ഉണ്ട്. നമുക്ക് L1 എന്ത് ചെയ്യാൻ പറ്റും? ഒരു റാൻഡം പോയിന്റ് എടുക്കാം. സോ L1 ഒരു ജനറൽ പോയിന്റ് എടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? -1 പ്ലസ് ലാംഡ, -1 പ്ലസ് ലാംഡ. അടുത്തത് 2 പ്ലസ് 2 ലാംഡ. എന്ത് ചെയ്തത്? ഞാനിവിടെ എ അങ്ങ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി അടുത്തത് 1 പ്ലസ് ലാംഡ. ഇതാണ് L1 എന്നുള്ള ഒരു പോയിന്റ്. ഇനി അടുത്ത L2 എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കും. L2 എന്നുള്ള പോയിന്റ് എന്താ വരാൻ പോകുന്നത്? ഇവിടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. സോ 1 പ്ലസ് 2 മ്യൂ. അടുത്തത് അവിടെ 2 മ്യൂ മാത്രമാണ് ഉണ്ടായിരിക്കാം, 1 ഉണ്ടായിരിക്കില്ല, മാറിപ്പോയി. 2 മ്യൂ മാത്രം ഉണ്ടായിരിക്കും. അടുത്തത് ഇവിടെ 1 പ്ലസ് 7 മ്യൂ. അടുത്തത് 1 പ്ലസ് 3 മ്യൂ. സോ ഇതാണ് L1 എന്നുള്ള L2 എന്നുള്ള രണ്ട് പോയിന്റ്സ് വരാൻ പോകും. ഓക്കെ, ജനറൽ പോയിന്റ്സ് ആണ്. ഇവർ രണ്ടുപേരും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് നമുക്ക് കണ്ടു. സോ അത് നമുക്ക് നേരെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു, അല്ലെങ്കിൽ 2 ലാംഡ ഈക്വൽ ടു 2 മ്യൂ ഈക്വൽ ടു ലാംഡ -1. അടുത്തത് 7 മ്യൂ ഈസ് ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്? 2 ലാംഡ പ്ലസ് 1. ലാസ്റ്റ് 3 മ്യൂ ഈക്വൽ ടു ലാംഡ. ലാംഡ ഈക്വൽ ടു 3 മ്യൂ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇതിലേക്ക് ഡയറക്റ്റ് അങ്ങ് കൊടുക്കാം. സോ 2 മ്യൂ ഈക്വൽ ടു 3 മ്യൂ -1, അതായത് മ്യൂ ഈക്വൽ ടു 1 ആണ്. മ്യൂ ഈക്വൽ 1 ആണെങ്കിൽ ലാംഡൻ്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇത് ഏതിലേക്കിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് എന്ത് കിട്ടും? ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് വെച്ചാൽ 2, 8, 4 ആയിരിക്കും. അത് ഇവിടെ ലാംഡ ഈക്വൽ ടു 3 കൊടുത്താൽ നമുക്ക് അതേ ആൻസറാണ്. സോ 2, 8, 4 കടന്നു പോകുന്ന ഒരു ലൈനാണ്. ആ ലൈന് എ പ്ലസ് ബിക്ക് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ പ്ലസ് ബി എന്നുള്ള ഡയറക്ഷൻ റേഷ്യോ അതെന്തായിരിക്കും? L3 എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. അത് ഞാനിവിടെ ചെറുതായി, അല്ലെങ്കിൽ ഈ വാല്യൂ ഞാൻ ഒഴിവാക്കാൻ പോവാണ്.
ഓക്കെ. സോ L3 എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വരാൻ പോകുന്നത് A+B ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. A+B ചെയ്താൽ നമുക്ക് 3,9, ഇതാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ വരാൻ പോകുന്നത് x-2/3 ഈക്വൽ ടു y-8/9 ഈക്വൽ ടു z-4 ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇതാണ്. ഇനി ഏത് ഓപ്ഷനാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് നോക്കാം. സോ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു പോയിന്റിന് ഇട്ട് കൊടുത്ത് നോക്കാം. സോ 8 - 2 ഡിവൈഡ് ബൈ 3 എന്ന് വെച്ചാൽ 2 ആയിരിക്കും. 26 - 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും. 18/9 2 ആയിരിക്കും. 12 - 4 8 ആയിരിക്കും. 8/4 2 ആയിരിക്കും. ഇതാണ് റൈറ്റ് ആൻസർ. എന്തുകൊണ്ട് അത് ആദ്യം എടുത്തെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാനുള്ള ചാൻസ് കുറവാണ്. അത് വലിയൊരു നമ്പേഴ്സാണ്, അതെടുക്കാൻ ചാൻസ് കുറവാണ്. അതിലും സിമ്പിളായിട്ടുള്ള ഓപ്ഷൻസ് ആണിത്. എന്ന് വെച്ചാൽ ബാക്കി ഓപ്ഷൻസ് എടുത്ത് നമുക്ക് സമയം കളയാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം ടഫായി തോന്നുന്ന ക്വസ്റ്റ്യൻ ആദ്യം ചെയ്ത് നോക്കിയാൽ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്, ഒരു റിവേഴ്സ് സൈക്കോളജി ആണെന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 17th ക്വസ്റ്റ്യൻ. ലെറ്റ് L1 L2 be 2 lines. ഓക്കെ, കറക്റ്റ് ലൈൻസ് ആണ്. L3 be line passing through the point and be perpendicular to both L1 and L2. If L3 intersects L1, അങ്ങനെയാണെങ്കിൽ 5 alpha minus 11 beta minus 8 lambda എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ലൈനാണ്. ആൻഡ് L3 intersects L1. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കേസ് നോക്കാം. സോ ഇവർ രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആണ് L3 എങ്കിൽ, യെസ്, L3 രണ്ടുപേർക്കും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്? യെസ്, അതിന് നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ആണ്. L3 എന്ന ലൈൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? അത് L1 ക്രോസ് L2 ആയിരിക്കും. ഓക്കെ, ഇപ്പം എന്താ വരിക? IJK 1 - 1 2 - 1 2 1. So I into -1 -5I J into 1 plus 2 -3J into 2 plus 1 3. ഇതാണ് L3 എന്ന പോയിന്റ്, L3 എന്നുള്ള അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വരാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് L3 എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. x - alpha ഡിവൈഡഡ് ബൈ -5 is equal to y - beta divided by -3 equal to z - gamma divided by 3. ഇതാണ് നമ്മുടെ L3 എന്നുള്ള ലൈൻ. ഈ L3 എന്നുള്ള ലൈൻ L1ൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ഥിതി നോക്കാം. സോ ഇത് ഈക്വൽ ടു ഒരു കെ എന്നങ്ങ് കൊടുക്കാം. അത് ഈക്വൽ ടു ഒരു കെ എന്ന് കൊടുത്താൽ നമുക്ക് ആൽഫ ബീറ്റ, അതിൽ നമുക്ക് ഈ L3 എന്നുള്ള ലൈനിലെ ഒരു പോയിന്റ്സ് നമുക്ക് എന്താക്കാം? എന്തായിരിക്കും? ആൽഫ -5K, ബീറ്റ -3K, ഗാമ പ്ലസ് 3K. ഇതായിരിക്കും L3 എന്ന ലൈനിലെ ഒരു പോയിന്റ് വരാം. ഈ പോയിന്റ് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്താ കിട്ടുക? അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ ആൽഫ -5K -1 ചെയ്താൽ നമുക്ക് ആൽഫ -5K -1 by 1 equal to ബീറ്റ -3K -2 by -1 equal to ഗാമ പ്ലസ് 3K -1 divided by 2. ഇതാണ് കേസ് വരുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 5 ആൽഫ, ഓക്കെ, 5 ആൽഫ മൈനസ് 11 ബീറ്റ മൈനസ് 8 ലാംഡയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഇതിനെ നമുക്കൊരു എക്സ് എന്ന് വിളിക്കാം. അത് നമുക്ക് നേരെ ഇക്വേറ്റ് ചെയ്താൽ എക്സ് എന്ന്, ഞാൻ അങ്ങോട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. യെസ്, അങ്ങനെയാണെങ്കിൽ ആൽഫൻ്റെ വാല്യൂ എന്തായിരിക്കും? 5K + 1 + x. ബീറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഓക്കെ, 3K + 2 - x. ഗാമൻ്റെ വാല്യൂ എന്തായിരിക്കും? 3K മൈനസ് ആയിരിക്കില്ലേ?
1 മൈനസ് 3k പ്ലസ് 2x. ഇതാണ് ആൽഫ ബീറ്റ ഗാമൻ്റെ വാല്യൂസ്. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് നോക്കാം. 5 ആൽഫ മൈനസ് 11 ബീറ്റ മൈനസ് 8 ഗാമ. 5 ആൽഫ മൈനസ് 11 ബീറ്റ മൈനസ് 8 ഗാമ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25k പ്ലസ് 5 പ്ലസ് 5x. അടുത്തത് മൈനസ് ആണ് ചെയ്യേണ്ടത്, മൈനസ് 11 ബീറ്റയാണ്. സോ മൈനസ് 33k മൈനസ് 22 പ്ലസ് 22x. ഇനി അടുത്തത് മൈനസ് 8 ഗാമയാണ് ചെയ്യാൻ പോകുന്നത്. സോ മൈനസ് 8 പ്ലസ് 24k മൈനസ് 16x. യെസ്, ഇവിടെ വാല്യൂ 8 ആണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 22xന് പകരം 11x ആണ് വരാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കെൻ്റെ ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ 25k പ്ലസ് 8k 33 ആണ്. 33 മൈനസ് 3k 0 ആണ്. കെൻ്റെ വാല്യൂസ് ഒന്നും ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കൺസിഡർ ചെയ്യാം. 5xും 11xും 16x ആണ്. 16 മൈനസ് 16x 0 ആയിപ്പോയി. വേറെ എന്താ ഉള്ളത്? 5 പ്ലസ് മൈനസ് 8 മൈനസ് 3 ആണ്. മൈനസ് 3 മൈനസ് 22 കൂടി ആഡ് ചെയ്താൽ നമുക്ക് മൈനസ് 25 എന്ന് വരും. ആൻസർ 25 ആയി. ഓക്കെ, സോ തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ വലിയ ബുദ്ധിമുട്ടില്ല. ആകെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആൽഫയും ബീറ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം, എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്. Let P be the foot of perpendicular from the point on the line. Okay, let the line R equal to something intersects the line at Q. അങ്ങനെയാണെങ്കിൽ PQ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചുള്ളത്. സോ പി ബി ദ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ, ഈ ഒരു പോയിന്റ് ഉണ്ട്. ഇത് ഞാൻ എ എന്ന് വിളിക്കാൻ പോവാണ്. സോ എ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, ലൈൻ എൽ ഉണ്ട്. പി ആണ് അതിൻ്റെ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ. ഓക്കെ, സോ ഇതാണ് പി എന്നുള്ള പോയിന്റ്, ഇതാണ് എൽ എന്നുള്ള ലൈൻ. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെറ്റ് ദ ലൈൻ ആർ ഇൻ്റർസെക്ട് എൽ അറ്റ് ക്യൂ. സോ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അത് ക്യൂവിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്താൽ മതി? പി ക്യൂവിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ബേസിക്കലി ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുക, പിന്നെ ഈ ഒരു ഇൻ്റർസെക്ഷൻ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ ഇതുവരെ നമുക്ക് എത്തി. ഫിഗർ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിന് ഒരു കെ എന്ന് അങ്ങോട്ട് കൊടുക്കാം. സോ ലൈൻ എല്ലിൻ്റെ ഒരു ജനറൽ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതെന്തായിരിക്കും? അത് 1 പ്ലസ് കെ മൈനസ് 1 മൈനസ് കെ, അതുപോലെ തന്നെ 2 പ്ലസ് 2k. ഇതായിരിക്കും ലൈന് വരാം, ലൈൻ്റെ ഒരു ജനറൽ പോയിന്റ് വരാം. അതാണ് പി എന്നുള്ള കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ക്യൂ എന്നുള്ള കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് എ പി എന്നുള്ള ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്തായിരിക്കും? കെ ആയിരിക്കും ഒരു പോയിന്റ്, 1 പ്ലസ് കെ മൈനസ് 1 കെ. അടുത്തത് മൈനസ് 2 ചെയ്താൽ മൈനസ് 3 മൈനസ് കെ, അടുത്തത് 2k. ഇനി നമുക്ക് എ പി എന്നുള്ള ഡയറക്ഷൻ റേഷ്യോസിന് എല്ലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും നമുക്കറിയാം. സോ കെ ഇൻറ്റു 1 പ്ലസ് 3 പ്ലസ് കെ മൈനസ് 3 മൈനസ് കെ ഇൻറ്റു മൈനസ് 1. 2k ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 4k കിട്ടും, ഈക്വൽ ടു 0. സോ 6k ഈക്വൽ ടു മൈനസ് 3 എന്ന് കിട്ടും. കെ ഈക്വൽ ടു മൈനസ് 6k ഈക്വൽ ടു 3. ഓക്കെ, കെ ഈക്വൽ ടു മൈനസ് 3, കെ ഈക്വൽ ടു മൈനസ് 1/2 ആണ്. ആ മൈനസ് 1/2 എന്നുള്ള സംഭവം ഇവിടെ കൊടുത്താൽ നമുക്ക് പി എന്നുള്ള കോർഡിനേറ്റ്സ് കിട്ടും. എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? 1/2 മൈനസ് 3/2 2 മൈനസ് 1 ചെയ്താൽ 1 ഉണ്ട്. ഇതാണ് പി എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ്. അതുപോലെ ക്യൂ എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ക്യൂ എന്നുള്ള പോയിന്റ് എന്താ വരാൻ പോകുന്നത്? നമുക്ക് ഈ ലൈനിൻ്റെ ഒരു ജനറൽ ടേം കണ്ടുപിടിക്കാം. എന്തായിരിക്കും? ഇവിടെ ജനറൽ ടേം ഡയറക്റ്റ്ലി അവൈലബിൾ ആണ്. സോ -1 പ്ലസ് ലാംഡ 1 മൈനസ് ലാംഡ -2 പ്ലസ് ലാംഡ. ഇതാണ് ഈ ഒരു ലൈനിൻ്റെ കോർഡിനേറ്റ്സ് വരാം. സോ ഇത് രണ്ടും കൂടി നേരെ ഈക്വേറ്റ് ചെയ്താൽ മതി. ഈ സംഭവം രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ലാംഡ ഈക്വൽ ടു 2 പ്ലസ് കെ എന്ന് കിട്ടും. ഫസ്റ്റ് എക്സും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ -1 പ്ലസ് ലാംഡ ഈക്വൽ ടു 2 പ്ലസ് കെ. സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം.
സോ ലാംഡ ഈസ് ഇക്വൽ ടു 4 പ്ലസ് 2k. ഓക്കെ, ലാംഡ ഈക്വൽ ടു 4 പ്ലസ് 2k. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ് രണ്ട് സംഭവങ്ങൾ കമ്പയർ ചെയ്യാം. സോ കമ്പയർ ചെയ്താൽ എന്താ കിട്ടുക? 2 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. കെ ഈക്വൽ ടു -2 ആണ്, വിച്ച് മീൻസ് ലാംഡ ഈക്വൽ ടു 0 ആണ്. ലാംഡ ഈക്വൽ ടു 0 എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്നും ലാംഡക്ക് 0 കൊടുത്താൽ എന്ത് കിട്ടും? ഈ ക്യൂ എന്നുള്ള പോയിന്റ് കിട്ടും. ക്യൂ ഈസ് ഇക്വൽ ടു എന്താ വരാൻ പോകുന്നത്? -1, -1, -2. ഇതാണ് നമ്മുടെ പോയിന്റ്, നമ്മളെ ക്യൂ എന്നുള്ള പോയിന്റ്. ഇനി നമുക്ക് പി ക്യൂ കണ്ടുപിടിക്കാം. പി ക്യൂ എന്താ വരാൻ പോകുന്നത്? പി എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് -1/2, സോറി 1/2, -3/2, 1. ക്യൂ എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് -1, 1, -2. ഓക്കെ ഓക്കെ, ഇവിടെ ചെറിയൊരു എഡിറ്റ് ഉണ്ട്. അത് ഇവിടെ -3ക്ക് പകരം 1 ആയിരുന്നു. കാരണം ഇവിടെയും -3 പകരം 1 ആയിരുന്നു. ഈക്വൽ ടു -1, -1/2 ഇട്ട് കൊടുത്താൽ അവിടെ -1/2 ആണ് കിട്ടാൻ പോകുന്നത്. സോ പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ടു 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. സോ 3 സ്ക്വയർ മൊത്തത്തിൽ നമുക്ക് കോമൺ എടുത്താൽ 3 അങ്ങ് പുറത്തോട്ട് വരും. സോ ഡിവൈഡ് ബൈ ഇവിടെ 1 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ ഇത് √6/4 ആയിരിക്കും. 3 ഇൻറ്റു √6/4. ഇനി നമുക്ക് 2 പി ക്യൂ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? 2 ഇൻറ്റു 3 ഇൻറ്റു 6/4 ആയിരിക്കും. സോ ഇത് രണ്ട് കട്ടായി പോയി 18 ആണ് നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത്. ഓക്കെ, 3ൻ്റെ സ്ക്വയർ ആണല്ലേ. സോ 9 × 6 54. ഓക്കെ, ഇവിടെ ഒരു ബൈ 2 ഉണ്ട്. സോ 54/2 27 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സോ 4th ക്വസ്റ്റ്യൻ 27 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. So let a straight line L pass through the point P 2, -1, 3 and be perpendicular to the lines. Okay, രണ്ട് ലൈൻസിന് പെർപെൻഡിക്കുലർ ആണ്. If the line intercepts the YZ plane at point Q, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് P ആൻഡ് Q ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബേസിക്കലി നമ്മൾ Q എന്നുള്ള പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. സോ ഫസ്റ്റ് നമ്മൾ ഈ ലൈൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ലൈൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സംഭവം ഇതിലും കൂടി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കണം. സോ IJK 2, 1, -2, 1, 3, 4. So 4 plus 6, 10i. 4 plus, sorry, 8 plus 2, -10j plus 5k. So basically ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എടുക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 2i - 2j plus k എന്ന് എടുത്താൽ മതി. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് എടുക്കുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റർ ചെയ്യുന്നില്ല. സോ ലൈന് വരാൻ പോകുന്നത് ഇറ്റ്സ് എ ലൈൻ ഇൻ്റർസെപ്റ്റ്സ് ദ പാസിംഗ് ത്രൂ 2, -1, 3 എന്നാണ് പറഞ്ഞത്. സോ x - 2/2 ഈക്വൽ ടു y + 1/-2 ഈക്വൽ ടു z - 3 ഡിവൈഡ് ബൈ 1. ഇതാണ് എൻ്റെ ലൈൻ വരാം. ഈ ലൈൻ എവിടെ ഇൻ്റർസെക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്? YZ പ്ലെയിനിൽ Q എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. YZ പ്ലെയിനിൽ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ കോർഡിനേറ്റ് 0 ആയിരിക്കും എന്ന് നമുക്കറിയാം. വിച്ച് മീൻസ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കുമെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇവിടെ എക്സിന് 0 കൊടുത്താൽ -1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0, ഇവിടെ -2 × -1 ചെയ്താൽ 2 എന്ന് കിട്ടും. 2 - 1 1 ആയിരിക്കും. ഇത് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഇവിടെ 3 - 1 2 എന്ന് കിട്ടും. സോ ഇതാണ് ക്യൂ എന്നുള്ള കോർഡിനേറ്റ്സ്. എന്താ നമ്മൾ ചെയ്തത്? YZ പ്ലെയിനിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിന് 0 കൊടുത്തു എന്നേ ഉള്ളൂ. ഇതിൻ്റെ വാല്യൂ -1 ആയി മാറി. അപ്പോൾ നമുക്ക് Y Z കിട്ടും. ഇനി നമുക്ക് പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് എന്താ വരാൻ പോകുന്നത്? പി ഇതാ, ക്യൂ ഇതാ. സോ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നമുക്കറിയാം അതിൻ്റെ ആൻസർ 3 ആണ്. സോ ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. സോ ഇതോടെ നമുക്ക് 3D ജോമെട്രിയിലുള്ള ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ തീരുകയാണ്. ഏതാണ്ട് 19 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ വെറൈറ്റി കുറവായിരുന്നു. എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഭയങ്കര സിമിലർ ആയിട്ടുള്ള, കൂടുതൽ നമുക്ക് ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലറിലേക്കുള്ള ഡിസ്റ്റൻസ് അതൊക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓവറോൾ
ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരു ചെറിയൊരു പൂളിൽ നിന്ന് എടുത്തതാണെന്നാണ് തോന്നുന്നത്. നോക്കി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിൽ വീണ്ടും കാണാം. ഓക്കെ.